നമസ്തേ, പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖി. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ചിങ്ങമാസം 3-ാം തീയതി, തിരുവാതിര നക്ഷത്രം. 2025 ഓഗസ്റ്റ് മാസം 19 ചൊവ്വ. രാഹുകാലം വൈകിട്ട് 3:31 മുതൽ 5:03 വരെ. എന്തായാലും യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയുടെ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ വലിയ ആശ്വാസം തോന്നുന്നുണ്ട്. നമുക്ക് വാർത്തകളൊക്കെ വിശദമായി തന്നെ നോക്കുകയും ചെയ്യാം. ആദ്യം തലക്കെട്ടുകൾ നോക്കി വരാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക്. റഷ്യ, യുക്രൈൻ, അമേരിക്ക ത്രികക്ഷി ചർച്ച വൈകാതെയെന്ന് ഡൊണാൾഡ് ട്രംപ്. സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ പുടിനുമായി ഫോണിൽ സംസാരിച്ച് ട്രംപ്. കത്ത് ചോർച്ചയിൽ ആടിയുലഞ്ഞ് CPM. പിണറായിയുടെ നിലപാട് MV ഗോവിന്ദന് നിർണായകം. EP ജയരാജന്റെ പങ്കും പാർട്ടി പരിശോധിക്കും. കേരളത്തിൽ നിന്ന് PBക്ക് കൂടുതൽ പരാതികൾ പോയെന്നും സൂചന. ശിക്ഷ ഇളവ് ലഭിച്ച IS ഭീകരൻ സുബ്ഹാനി ഹാജ മൊയ്തീൻ ഭീകരവാദ ഗ്രൂപ്പുകളിലെ പ്രധാന കണ്ണി. ശക്തമായ വാദങ്ങൾ ഉയർത്തി അപ്പീൽ നൽകാൻ NIA. ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് വൻ സ്ഫോടനങ്ങൾ ലക്ഷ്യമിട്ട്. സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പരാതി നൽകിയ TN പ്രതാപനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ BJP. പ്രതാപന്റെ ആരോപണം കുടുംബാംഗങ്ങളുടെ വോട്ട് നിയമം ലംഘിച്ച് തൃശൂരിലേക്ക് മാറ്റിയെന്ന്. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ വിരമിച്ച ന്യായാധിപൻ ഉൾപ്പെട്ടത് ചട്ടവിരുദ്ധമെന്ന ആക്ഷേപം. വിദ്യാഭ്യാസ വിദഗ്ധർ മാത്രമേ പാടുള്ളൂവെന്ന് സുപ്രീം കോടതി വിധി ലംഘിച്ചെന്ന് വിമർശനം. ആരോപണവുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമില്ല. മധ്യ വടക്കൻ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത. 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. 5 ദിവസം കൂടി മഴ തുടരും. ഭരണഘടനയെ അവഹേളിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിർത്തിയും രാഹുൽ ഗാന്ധി വോട്ട് മോഷണ ആരോപണം ഉന്നയിച്ച് ദിവസം 11 പിന്നിട്ടിരിക്കുകയാണ്. കർണാടക, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെയും ആവശ്യപ്പെട്ടിട്ടും തെളിവുകൾ ഉൾപ്പെടുത്തി സത്യവാങ്മൂലം സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഇനിയും തയ്യാറായിട്ടില്ല. രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തുകൊണ്ട് പരാതി നൽകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തിന് പരാതി നൽകണം എന്ന മറുചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയെ വിഭജിച്ചും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും തങ്ങളുടെ അധികാരത്തോടുള്ള ആർത്തി നേരത്തെ തന്നെ വ്യക്തമാക്കിയവരാണ് നെഹ്റു കുടുംബം. എന്നാൽ അധികാരം കൈവിട്ടതോടെ തങ്ങളുടെ കാര്യസ്ഥപ്പണിക്ക് വഴങ്ങാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതോടൊപ്പം തന്നെ കോടതികളെയും പുലഭ്യം പറയുകയാണ് നെഹ്റു കുടുംബം. ശരിക്കും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എന്താണ് പ്രശ്നം? പരിശോധിക്കാം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും കിട്ടാവുന്ന പരമാവധി ആയുധങ്ങൾ സംഭരിച്ചാണ് രാഹുലും സംഘവും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ദയനീയ പരാജയം ഏറ്റുവാങ്ങി ഭാവി പ്രധാനമന്ത്രി പദം സംരക്ഷിക്കാനായിരുന്നു വിധി. പിന്നാലെ ഉണ്ടായ ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി തെരഞ്ഞെടുപ്പുകളിലെല്ലാം തിരിച്ചടി നേരിട്ടു. സഖ്യകക്ഷികൾ വിജയിച്ച ജമ്മു കശ്മീരും ഝാർഖണ്ഡും മാത്രമായിരുന്നു ഏക ആശ്വാസം. വോട്ടിംഗ് മെഷീനെതിരെ പരമാവധി ആരോപണം ഉന്നയിച്ചെങ്കിലും വിവിധ കോടതികളിൽ എല്ലാം തകർന്നടിഞ്ഞു. സഖ്യകക്ഷികൾ പോലും പിന്തുണയ്ക്കാതായതോടെ രാഹുൽ ഒറ്റപ്പെട്ടു. ഇതോടെ രാഹുലിന്റെ നേതൃശേഷി പോലും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. ബീഹാർ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസും രാഹുലും അവസാന പിടിവള്ളിയായി കണ്ടുവച്ചിരുന്നത്.
ബംഗ്ലാദേശ് റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുടെ വ്യാജ വോട്ടുകളിൽ പ്രതീക്ഷ വെച്ച് കരുക്കൾ നീക്കി തുടങ്ങി. എന്നാൽ SIR നടപ്പിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സ്വപ്നങ്ങളും തവിടുപൊടിയാക്കി. അനധികൃത കുടിയേറ്റക്കാരും വ്യാജ വോട്ടർമാരുമായ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റയടിക്ക് വെട്ടി. ഇതോടെ പ്രതീക്ഷയേറ്റ രാഹുലിൻ്റെ പിടിവിട്ടു. വോട്ടിംഗ് മെഷീന് പകരം ഇത്തവണ ടാർഗറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ പൊടിതട്ടിയെടുത്തു. ആറ്റം ബോംബെന്ന് വിശേഷിപ്പിച്ച് ഓലപ്പടക്കമെടുത്ത് കാച്ചി. ദേശീയ മാധ്യമങ്ങൾ അവഗണിച്ചതോടെ മലയാള മാധ്യമങ്ങൾ തലക്കെട്ട് നിരത്തി. രാഹുൽജി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി എവിടെ എന്നതാണ് ഇക്കൂട്ടരുടെ കഴിഞ്ഞ 11 ദിവസമായുള്ള ചോദ്യം. ഇനി എന്താണ് കൊട്ടിഘോഷിക്കുന്ന രാഹുൽജിയുടെ ചോദ്യങ്ങൾ എന്ന് നോക്കാം. 1. വ്യാജ വോട്ടും കൃത്രിമത്വവും നടക്കുന്നത് എന്തുകൊണ്ട്? 2. പ്രതിപക്ഷ നേതാക്കളെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? 3. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റായി മാറിയോ? ഈ നിലയിൽ വായിൽ തോന്നിയ രാഷ്ട്രീയാരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് കാമ്പുള്ളതൊന്നും രാഹുൽജി ചോദിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കർണാടക മഹാദേവപുരത്ത് ഒരു സ്ത്രീ ഇരട്ട വോട്ട് ചെയ്തു എന്നതായിരുന്നു രാഹുലിൻ്റെ ആദ്യ ആരോപണം. ലക്നൗ സ്വദേശിയായ യുവാവ് 4 വോട്ട് ചേർത്തു എന്നുള്ളതും ആരോപണമായെത്തി. മിൻഡാദേവി എന്ന വോട്ടറുടെ പേരിലും അരങ്ങേറി നാടകം. രാഹുൽ നിർത്തിയിടത്തു നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങി. മഹാദേവപുരത്തെ രേഖകൾ എന്ന പേരിൽ രാഹുൽ പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകളല്ല എന്ന് തെളിഞ്ഞു. ലക്നൗ സ്വദേശി നേരിട്ടെത്തി വോട്ടർ പട്ടികയിൽ തൻ്റെ പേര് പല സ്ഥലങ്ങളിൽ വന്ന സാഹചര്യം വിശദീകരിച്ചു. പ്രിയങ്ക ഗാന്ധി നാടകം കളിച്ച മിൻഡാദേവി ബീഹാറിലെ 34 വയസ്സുള്ള വോട്ടറായിരുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ കണ്ടെത്തി. നെഹ്റു കുടുംബം നാണം കെട്ട് തല താഴ്ത്തി. ഇതിനെല്ലാമപ്പുറം രാഹുൽജി ഇട്ട ആറ്റം ബോംബ് വീണ് പൊട്ടിയത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെയാണ്. കർണാടകയിൽ കോൺഗ്രസിന്റെ വീഴ്ച വിളിച്ചു പറഞ്ഞ ഒരു മന്ത്രിക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇന്ത്യൻ പൗര ആകുന്നതിനു മുൻപ് സോണിയാഗാന്ധി വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ രേഖകളടക്കം പുറത്തുവന്നു. അഖിലേഷ് യാദവും MK സ്റ്റാലിനും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുമടക്കം നടത്തിയ തട്ടിപ്പിന്റെ പട്ടിക ഒന്നൊന്നായി പുറം ലോകമറിഞ്ഞു. കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ഓർത്ത് തലയിൽ കൈവച്ചു. മുൻപും പല ആരോപണങ്ങളും ഉന്നയിച്ച് മുങ്ങുന്ന പതിവ് ഇവിടെയും ആവർത്തിക്കുകയാണ് രാഹുൽ. ബലാക്കോട്ടിൽ ഇന്ത്യൻ സൈന്യത്തെയാണ് ഇയാൾ ആദ്യം അപമാനിച്ചത്. റഫേൽ കരാറിലും വീർ സവർക്കറിനെതിരായ ആക്ഷേപങ്ങളിലും തുടർന്ന് കോടതി കയറേണ്ടിയും വന്നു. പെഗാസസും ഹിൻഡൻബർഗ് ആരോപണവും ഉണ്ടയില്ല വെടികളായി. RSSനെതിരായി ഉയർത്തിയ ആരോപണങ്ങളിൽ കോടതി കയറിയിറങ്ങി. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ഭൂമി ചൈന കൈവശപ്പെടുത്തിയെന്ന വ്യാജ ആരോപണത്തിൽ നിങ്ങൾ ഒരു ഇന്ത്യക്കാരൻ തന്നെയാണോ എന്ന് സുപ്രീം കോടതിക്ക് പോലും രാഹുൽ ഗാന്ധിയോട് ചോദിക്കേണ്ടി വന്നു. രാഹുൽ രാജകുമാരനാണെന്നും ചോദ്യം ചോദിച്ചാൽ എല്ലാവരും മറുപടി നൽകണമെന്നും കോൺഗ്രസും മലയാള മാധ്യമങ്ങളും കരുതുന്നു. അച്ഛനപ്പൂപ്പന്മാർ ആനപ്പുറത്ത് കയറിയതിൻ്റെ തഴമ്പ് തടവി രാഹുൽ ഭീഷണി മുഴക്കുന്നുമുണ്ട്. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാം, ഇത് അടിയന്തരാവസ്ഥ കാലമല്ല, ഭരിക്കുന്നത് ഇന്ദിരയുമല്ല. ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. ഇവിടെ പ്രേക്ഷകരൊക്കെ വളരെ സജീവമായിട്ട് തന്നെയുണ്ട്. വിശ്വകുമാർ പ്രേം, സുജീഷ് നന്നങ്ങാടി, മുരളീധരൻ P, വിശ്വകുമാർ, PRP കുറുപ്പ്, രാജേഷ്, പപ്പൻ കാഞ്ഞങ്ങാട്, അങ്ങനെ നിരവധി പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സാരഥി എന്ന അക്കൗണ്ടിൽ നിന്ന് പറയുന്നുണ്ട് പാലക്കാട് നല്ല മഴയാണ് എന്ന്. മഴയുടെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. 3 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഡാമുകൾക്ക് അലേർട്ടുകൾ നൽകിയിട്ടുമുണ്ട്. നമുക്ക് ആ വാർത്തയൊക്കെ വിശദമായി തന്നെ നോക്കുകയും ചെയ്യാം. ആദ്യം നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. ശിക്ഷാ ഇളവ് ലഭിച്ച ജയിൽ മോചിതനാകുന്ന IS ഭീകരൻ സുബ്ഹാനി ഹാജ മൊയ്തീൻ കേരളത്തിലെ ഭീകരവാദ ഗ്രൂപ്പുകളിലെ പ്രധാന കണ്ണി. ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് വൻ സ്ഫോടനങ്ങൾ ലക്ഷ്യമിട്ടാണ്. സുബ്ഹാനി കൊടും ഭീകരനെന്നാണ് NIA കണ്ടെത്തിയത്. ശിക്ഷാ ഇളവിനെതിരെ ശക്തമായ വാദങ്ങൾ ഉയർത്തി അപ്പീലിനൊരുങ്ങുകയാണ് NIA. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് നമുക്ക് ഒപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ജിജീഷ്, ഈ സുബ്ഹാനി ജയിൽ മോചിതൻ ആവുകയാണ്, എന്താണ് NIAയുടെ അടുത്ത നീക്കം?
രാഗി, അടുത്ത വർഷം കൊടും ഭീകരവാദി സുബ്ഹാനി ഖാജ മൊയ്തീന് നിലവിലെ സാഹചര്യത്തിൽ ജയിൽ മോചിതനാകാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരിക്കുന്നു. തൊടുപുഴയിലേക്ക് അയാൾ വീണ്ടും തിരിച്ചെത്തുന്ന ഒരു പശ്ചാത്തലം. ഈ ഒരു ഘട്ടത്തിലാണ് എങ്ങനെയായിരുന്നു സുബ്ഹാനിയുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ സാധാരണ നിലയിൽ എങ്ങനെ അയാൾ പ്രവർത്തിച്ചു എന്നത് ഏറ്റവും പ്രധാനമാണ്. കൊടും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ മുഖ്യ തല അല്ലെങ്കിൽ സൂത്രധാരനായി മാറിയ ആളായിരുന്നു സുബ്ഹാനി ഖാജ മൊയ്തീൻ എന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകൾ തന്നെ വ്യക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് 2010 മുതൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ യുവാക്കൾ വലിയ തോതിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ, രാജ്യവിരുദ്ധ സംഘടനകളുടെ, ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗമായി മാറിയിരുന്നു. അതിനുവേണ്ടി നിരവധി സംഘടനകൾ രാജ്യത്തിന് അകത്തും രാജ്യത്തിന് പുറത്തും പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് രാജ്യാന്തര ഭീകര സംഘടനകൾ പലതും അതിൻ്റെ രഹസ്യ ഗ്രൂപ്പുകളെ കേരളത്തിലടക്കം പ്രവർത്തിക്കാൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൻ്റെ നിയോഗത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ രാജ്യത്ത് വലിയ തോതിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുക, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക, ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി രാജ്യവിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സുബ്ഹാനി ഖാജ മൊയ്തീൻ പ്രവർത്തിച്ചത് എന്ന് മാത്രമല്ല, അതിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കാൻ കൂടി ശ്രമിച്ച ആളായിരുന്നു സുബ്ഹാനി ഖാജ മൊയ്തീൻ. കൃത്യമായി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു തുർക്കി വഴി ഇറാഖിലേക്ക് സുബ്ഹാനി ഖാജ മൊയ്തീൻ കടക്കുന്നത്. മാത്രമല്ല, അവിടെ IS-ന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അവിടുത്തെ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്നതടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുബ്ഹാനി ഖാജ മൊയ്തീൻ മാറുകയും ചെയ്തു. ഇതിനിടയിൽ യുദ്ധത്തിൽ പരിക്കേറ്റപ്പോഴാണ് ഇയാൾ തിരികെ വരുന്നത്. എന്നാൽ കൃത്യമായി തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള വിവിധ അന്വേഷണ ഏജൻസികൾക്കും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും സുബ്ഹാനി ഖാജ മൊയ്തീനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്ന് അവർ നിരന്തരം ഇയാളെ നിരീക്ഷണത്തിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് 2015 തന്നെ ഇയാൾ തിരിച്ച് പരിക്കേറ്റതിനെ തുടർന്ന്, ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്, അവിടെ രാജ്യത്തേക്ക് തിരിച്ചെത്തുന്നത്, ഭാരതത്തിലേക്ക് തിരിച്ചെത്തുന്നത് 2015 തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലാകുന്നു. അവിടെ ഒരു ജ്വല്ലറിയിൽ ജോലിക്കാരനായി കഴിയുകയായിരുന്നു. ഇതിനിടയിൽ അതിനു മുമ്പ് തന്നെ പല ഘട്ടങ്ങളിലും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് വലിയ സ്ഫോടനങ്ങൾക്കുള്ള ആസൂത്രണങ്ങൾ നടത്തുകയും എല്ലാം ചെയ്ത ആളാണ് സുബ്ഹാനി ഖാജ മൊയ്തീൻ. അവിടെ ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്നു. അത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ സ്ഫോടനങ്ങൾ നടത്തുക, അയാളുടെ ലക്ഷ്യം സഫലീകരിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമെന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ, നിരവധി ഭീകരവാദ ഗ്രൂപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് കടന്നെത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സുബ്ഹാനി ഖാജ മൊയ്തീൻ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെ 2020 ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ ശിക്ഷിക്കുന്നത്, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നത്. എന്നാൽ പ്രതി അപ്പീലിൽ നൽകിയിരിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് താൻ 9 വർഷമായി ജയിലിൽ തുടരുകയാണ്. കഴിഞ്ഞ 9 വർഷം റിമാൻഡിലടക്കം തുടരുന്നു, റിമാൻഡ് പ്രതിയായി തുടർന്നു, പിന്നീട് ശിക്ഷാപ്രതിയായി ഇപ്പോൾ തുടരുന്നു. അങ്ങനെ 9 വർഷമായി. അതുകൊണ്ട് തന്നെ തനിക്ക് ശിക്ഷാ ഇളവ് വേണമെന്ന ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിലും വെക്കുന്നു. അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ് ഇപ്പോൾ ഇത് ഇളവ് ലഭിച്ചിരിക്കുന്നത്. ജീവപര്യന്തം തടവിനെ 10 വർഷമാക്കി കുറച്ചുകൊണ്ടുള്ള ഇളവ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ദേശീയ അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയിൽ പ്രധാനപ്പെട്ട തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അടക്കം മുൻനിർത്തിയായിരിക്കും വാദങ്ങൾ ഉന്നയിക്കുക. പ്രത്യേകിച്ച് ഇയാളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. അതിൻ്റെ സൈബർ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇയാളുടെ വസ്ത്രങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അതിൻ്റെ ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് ഈ സുബ്ഹാനി ഖാജ മൊയ്തീന് എതിരാണ്. അതെല്ലാം പരിഗണിച്ചായിരുന്നു വിചാരണ കോടതിയായ കൊച്ചിയിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് തന്നെ ശിക്ഷ വിധിച്ചത്. കാരണം തുർക്കി വഴി ഇറാഖിലെത്തി അവിടെ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെയും ആയുധങ്ങൾ കൈവശം വെച്ചതിൻ്റെയും ആയുധങ്ങൾ സൂക്ഷിച്ചതിൻ്റെയും ആയുധ സംഭരണത്തിൻ്റെ ഭാഗമായി മാറിയതിൻ്റെയും എല്ലാം തന്നെയുള്ള ശാസ്ത്രീയ തെളിവുകൾ അവിടെ ലഭിച്ചിരുന്നു. യുദ്ധത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചതിൻ്റെ ചില തെളിവുകൾ ഈ വസ്ത്രങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു, ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് NIA വ്യക്തമാക്കുന്നത്. ആ തെളിവുകളെല്ലാം ഒരിക്കൽ കൂടി കോടതിക്ക് മുന്നിലേക്ക് വരികയാണ്. സുപ്രീം കോടതിയിൽ ഈ തെളിവുകൾ മുൻനിർത്തി, ഒന്ന് ശാസ്ത്രീയ തെളിവുകൾ, ഒപ്പം തന്നെ മറ്റ് അനുബന്ധ മൊഴികളെല്ലാം അടിസ്ഥാനമാക്കി ഒരിക്കൽ കൂടി കോടതിയിൽ സുബ്ഹാനി ഖാജ മൊയ്തീൻ എന്ന കൊടും ഭീകരവാദി ജയിൽ മോചിതനായാൽ ഉണ്ടാകുന്ന രാജ്യത്തിന് നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ കോടതിയെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. കാരണം സുബ്ഹാനി ഖാജ മൊയ്തീനെ പോലെ ഒരാൾ അടുത്ത വർഷം ജയിൽ മോചിതനായി സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന് എതിരാണ്, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും രാജ്യസുരക്ഷയ്ക്കും എതിരായി മാറുമെന്ന് കൃത്യമായ തെളിവുകൾ മുന്നിൽ
മുൻനിർത്തി തന്നെ ദേശീയ അന്വേഷണ ഏജൻസി NIA സുപ്രീം കോടതിയിലും വാദിക്കുകയും ചെയ്യും. മറ്റു നിരവധി കേസുകൾ അനുബന്ധമായി NIA അന്വേഷിച്ചിരുന്നു. ആ കേസുകളിലെല്ലാം ലഭിച്ച വിവരങ്ങൾ കൂടി NIA കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്യും. അതിലെല്ലാം വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ ശക്തമാകുമ്പോൾ അതിലേറ്റവും പ്രധാനമായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് രഹസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സ്ലീപ്പർ സംഘടനകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ലീപ്പർ സംഘടനകൾക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി യുവാക്കളുടെ സംഘങ്ങൾ തന്നെയുണ്ട്. അത് ഏറ്റവും അടുത്ത കാലഘട്ടങ്ങളിൽ മാത്രം തുടങ്ങിയതല്ല. ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള വിവിധ സ്ലീപ്പർ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആളുകൾ പലരെയും കണ്ടെത്താൻ കഴിയും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി അവരിൽ ചിലരെങ്കിലും ഇപ്പോഴും ഒളിവിൽ തുടരുന്നുണ്ട്, രഹസ്യ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും ദേശീയ അന്വേഷണ ഏജൻസി സുബ്ഹാനി ഹാജ മൊയ്തീൻ എന്ന കൊടും ഭീകരവാദിയുടെ ശിക്ഷാ ഇളവിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. മാത്രമല്ല, ഇവിടെ ഇത്തരത്തിൽ യുവാക്കളുടെ സംഘങ്ങളെ വലിയ തോതിൽ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നിരന്തര സ്ഫോടനങ്ങൾ, രാജ്യത്ത് അന്തഃഛിദ്രം വളർത്താനുള്ള നീക്കങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടി സുപ്രീം കോടതിയിൽ എത്തുന്നതോടുകൂടി ഇയാളുടെ ജീവപര്യന്തം തടവ് 10 വർഷമാക്കി കുറച്ചുകൊണ്ടുള്ള കോടതി വിധിക്ക് ഒരു അപ്പീൽ ഉണ്ടാകുമെന്നും അത് റദ്ദാക്കുമെന്ന് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ പ്രതീക്ഷയോടെ കാണുകയും ചെയ്യുന്നത്. രാഖി, എന്തായാലും ഈ ഭീകരനെ സുബ്ഹാനിയെ ജയിൽ മോചിതനാകുമ്പോൾ അത് രാജ്യത്തിന് ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. ആ ഒരു കാര്യം തന്നെയാണ് NIA ചൂണ്ടിക്കാട്ടുന്നത്. ഇയാളെപ്പോലുള്ളവർ ജയിൽ മോചിതരായാൽ അത് രാജ്യത്തിനും അഖണ്ഡതയ്ക്കും രാജ്യത്തെ ജനങ്ങൾക്കും ഒക്കെ തന്നെ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ തിരികെ ജയിലിലേക്ക് തന്നെ വിടണം. ഇയാൾ ജയിലിൽ കഴിയേണ്ട വ്യക്തിയാണ്, അത്തരത്തിലുള്ള ഒരു കുറ്റവാളിയാണ് ഇയാൾ എന്ന കാര്യം തന്നെയാണ് NIA ചൂണ്ടിക്കാട്ടുന്നത്. ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് വലിയ സ്ഫോടനങ്ങളൊക്കെ ലക്ഷ്യമിട്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോടതി ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടും എന്നുള്ളതാണ്. സുബ്ഹാനി കൊടും ഭീകരൻ എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും NIA ശിക്ഷാ ഇളവിനെതിരെ ശക്തമായ വാദങ്ങൾ ഉയർത്തി അപ്പീലിന് തന്നെയാണ് NIA രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാജൻ ചങ്ങാട്ട് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, പപ്പു ഗോഡ് കിക്ക് ഫ്രം ദ സുപ്രീം കോർട്ട് എഗെയിൻ എന്ന്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഏറ്റിരുന്നു കോൺഗ്രസ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ഒപ്പം തന്നെ വേടൻ എവിടെ എന്ന് നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ പോലീസും ചോദിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. എന്തായാലും നമുക്ക് ആ വാർത്തകളും ഉണ്ട്, നമുക്കതിലേക്കൊക്കെ തന്നെ വരാം. ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പരാതി നൽകിയ TN പ്രതാപനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് BJP. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് നിയമം ലംഘിച്ച് തൃശൂരിലേക്ക് മാറ്റിയെന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ TN പ്രതാപൻ ഉന്നയിച്ചത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എന്തായാലും BJP നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയല്ലേ? ഇനി എങ്ങനെയാണ് BJPയുടെ ഒരു നീക്കം? രാഖി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ അടക്കം വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ താമസിക്കുന്നില്ല, അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥിരതാമസക്കാരനല്ല എന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടുമാണ് TN പ്രതാപൻ, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള TN പ്രതാപൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ TN പ്രതാപന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു, വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തു വന്ന TN പ്രതാപൻ ആ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. അതായത് അവിടെ സ്ഥിരതാമസമല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ, ആ സമീപ പ്രദേശങ്ങളിലെ ആളുകളുടെ കമന്റുകൾ അടക്കം, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്, താൻ അവർക്ക് പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ TN പ്രതാപൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും കഴിഞ്ഞ 2019 ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരനാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് വീടുണ്ടായിരുന്നു. 5 വർഷക്കാലം അവിടെ താമസിക്കുകയും പിന്നീട് ചേറൂരുള്ള അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ക്യാമ്പ് ഓഫീസായിട്ടുള്ള വീട്ടിലാണ് സുരേഷ് ഗോപി താമസിക്കാറുള്ളത്. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെ വരുമ്പോൾ ആ വീട്ടിലാണ് സ്ഥിരമായി താമസിക്കാറുള്ളത്. ഈ കാര്യങ്ങൾ, സ്ഥിരതാമസക്കാരനല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വോട്ട് ഇവിടേക്ക് ചേർത്തു എന്നടക്കമുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്ത TN പ്രതാപനെതിരെ BJP നിയമ നടപടി സ്വീകരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പൊതുജനങ്ങളെ വ്യാജ പരാതി നൽകി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കാട്ടിയുള്ള പരാതിയായിരിക്കും ആദ്യഘട്ടത്തിൽ TN പ്രതാപനെതിരെ നൽകുക. തുടർന്ന് കോടതിയിലേക്ക് ഈ കേസ് കൊണ്ടുപോകാനായിട്ട്
ബന്ധപ്പെട്ടുള്ള നടപടിയാണ് BJP നോക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ പരാതി കൊടുക്കുന്നത് ഇപ്പോൾ TN പ്രതാപൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതി നിലനിൽക്കില്ല, അത് പോലീസ് തള്ളും. ആ പരാതി തള്ളിയതിന് ശേഷമായിരിക്കും TN പ്രതാപനെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അതായത് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, അന്ന് മഹാരാഷ്ട്ര ഗവർണറായിരുന്നു, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഈ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തുകയും വളരെയധികം സമയം അവിടെ ചെലവഴിക്കുകയൊക്കെ ചെയ്തതാണ്. അതിൻ്റെ അടക്കമുള്ള രേഖകൾ പോലീസിന്റെ കൈവശമുണ്ട്. ഗവർണർമാർ ഒഴികെ നിരവധി മന്ത്രിമാരും അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും BJPയുടെ സമുന്നത നേതാക്കളടക്കം അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ സമയത്തടക്കം എല്ലാവരും ക്യാമ്പ് ചെയ്തതും ഈ വീടുകളിലൊക്കെ തന്നെയാണ്. ഇത്തരത്തിൽ തെളിവുകളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ സുരേഷ് ഗോപി ഇപ്പോഴും വന്ന് താമസിക്കുന്ന വീടിൻ്റെ തെളിവുണ്ടായിട്ടും അതൊന്നുമില്ല എന്ന് കാട്ടിക്കൊണ്ട് വ്യാജ പരാതിയാണ് TN പ്രതാപൻ നൽകിയിട്ടുള്ളതെന്നാണ് BJP വിശദീകരിക്കുന്നത്. എന്തായാലും ഈ TN പ്രതാപൻ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരാതി നൽകി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ പരാതി നൽകാനാണ് BJP ഒരുങ്ങുന്നത്. അതിനുശേഷം കോടതിയെ സമീപിക്കുമെന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പരാതി TN പ്രതാപൻ നൽകുമ്പോൾ TN പ്രതാപന്റെ കുടുംബത്തിലുള്ള ഇരട്ട വോട്ടുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രതികരണമൊന്നും ഇല്ല അല്ലേ? ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പോലീസിന് മൊഴി നൽകിയതിന് ശേഷം പുറത്തു വന്നപ്പോൾ നമ്മൾ ആ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതിൽ കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയിട്ടുള്ള ഒരു മറുപടി നൽകാൻ TN പ്രതാപൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതായത് നാട്ടിലുള്ള കള്ളവോട്ടുകളുടെ എണ്ണം എല്ലാം എണ്ണി നടക്കുന്ന TN പ്രതാപൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ കള്ളവോട്ട് കണ്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്നടക്കം. അതായത് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി നൽകൂ, നിയമാനുസൃതമായിട്ടുള്ള ശിക്ഷ അവർക്ക് മേടിച്ച് നൽകിക്കോട്ടെ, എൻ്റെ കുടുംബത്തിലാർക്കും അത്തരത്തിലുള്ള വോട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ അതിനെ ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറാനുമാണ് ഇന്നലെ ശ്രമിച്ചത്. അതിനുശേഷം നമ്മൾ ചോദിച്ചു വേടനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വേടന് പ്രിയദർശിനി വായനശാലയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വലിയ സ്വീകരണമൊക്കെ നൽകിയിരുന്നു. വലിയ ആർഭാടപൂർവ്വമായിട്ടുള്ള സ്വീകരണവും വലിയ പുരസ്കാര വിതരണവും ഷാഫി പറമ്പിൽ അടക്കം MP അടക്കമുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അപ്പോൾ വേടനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അദ്ദേഹത്തോട് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ വേടനെതിരെ എനിക്കൊന്നും പറയാനില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ, സുരേഷ് ഗോപിയുടെ കുടുംബത്തിനെതിരെ, ഒപ്പം തന്നെ BJPക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ TN പ്രതാപനെയും കോൺഗ്രസ് നേതൃത്വത്തിനെയും വെട്ടിലാക്കിക്കൊണ്ട് ഈ TN പ്രതാപന്റെ സഹോദരന്റെ മകളുടെ സജു ഹരിദാസിന്റെ വ്യാജ വോട്ട്, ഇരട്ട വോട്ട് പുറത്തായിരിക്കുന്നത്. അതായത് ഒരേ പഞ്ചായത്തിലെ 2 വാർഡുകളിലാണ് അവർക്ക് വോട്ടുള്ളത്. ഇന്നലെ FIR ഇട്ടതിന് ശേഷം ആ വോട്ട് അവിടുന്ന് വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലുള്ള നടപടി സ്വീകരിച്ചെങ്കിലും അതിനി വെട്ടിമാറ്റാൻ സാധിക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് അതിൻ്റെ സമയപരിധി അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJP ഇപ്പോൾ വലപ്പാട് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിട്ടുള്ളത്. ആ വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ നിയമ നടപടി എന്താണെന്ന് നോക്കിക്കണ്ടതിന് ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെയും ഒപ്പം തന്നെ കോടതിയെ സമീപിക്കുമെന്ന് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന നേതൃത്വം അടക്കം ഈ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിക്കുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ BJP നേതൃത്വത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട്. അതായത് വ്യാജ പരാതി ഉന്നയിച്ച TN പ്രതാപന്റെ വ്യാജ പരാതി നൽകിയ TN പ്രതാപനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ BJP ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് സാനു കെ സജീവ തൃശ്ശൂരിൽ നിന്ന് പങ്കുവച്ചത്. ശശി സീർന്ന് പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, വേടന് കിട്ടുന്ന പ്രിവിലേജ് മറ്റുള്ളവർക്ക് കിട്ടുമോ എന്ന്. അതെന്തൊരു ചോദ്യമാണ്, അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ മുരളീധരൻ ചോദിക്കുന്നുണ്ട്, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി 2 മുന്നണിക്കും വേടനാകാൻ സാധ്യത എന്ന്. എന്തായാലും ഈ കേസ്, ഈ ബലാത്സംഗ കേസ് തുടർച്ചയായി വരുന്നത് കൊണ്ട് എന്താണ് എന്നറിയില്ല. പക്ഷേ ഇടതുപക്ഷത്തേക്ക് സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും നമുക്ക് അതിശയിക്കാൻ സാധിക്കുകയുമില്ല. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. ബലാത്സംഗ കേസിൽ പോലീസ് തിരയുന്ന റാപ്പർ വേടൻ എന്ന കിരൺദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ തൃക്കാക്കര പോലീസ് ഇന്ന് നിലപാട് അറിയിക്കും. ഹർജിയിൽ കക്ഷി ചേരാനുള്ള പരാതിക്കാരിയുടെ അപേക്ഷ ഹൈക്കോടതി ഇന്നലെ അനുവദിച്ചിരുന്നു. വേടൻ സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് പരാതിക്കാരി കോടതിയിൽ വാദിച്ചത്. വേടനെതിരെ 2 പരാതികൾ പുതുതായി ഉയർന്നു വന്നിട്ടുമുണ്ട് എന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സർക്കാരിൽ സ്വാധീനമുള്ള ആളാണ് വേടനെന്നും പരാതിക്കാരി വാദിച്ചു. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ വേടൻ എന്ന റേപ്പിസ്റ്റ് റാപ്പർക്കെതിരെ ഗുരുതരമായ പരാതികൾ തുടർച്ചയായി ഉയരുന്നു. കഴിഞ്ഞ ദിവസവും 2 യുവതികൾ പീഡനക്കേസ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. നിലവിലുള്ള പരാതിക്കാരി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിൽ വിശ്വാസമില്ല, സർക്കാരിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് ഇത് എന്ന്. എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ജിജീഷ്?
രാഖി, നമുക്കറിയാവുന്നതുപോലെ ഇക്കാലം അത്രയും ഈ നാളുകളിൽ അത്രയും വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ സംരക്ഷിച്ചു വരികയായിരുന്നു സർക്കാർ സംവിധാനങ്ങളും പോലീസും. പലവട്ടം നമ്മൾ തന്നെ പുറത്തേക്ക് അത് കൊണ്ടുവന്നിരുന്നു. പലപ്പോഴും വേടനെ സംരക്ഷിച്ചിരുന്ന മാധ്യമങ്ങളും വേടനെ സംരക്ഷിച്ചിരുന്ന ഗ്രൂപ്പുകളും എല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചപ്പോഴും വേടൻ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നത്, വേടനെ സംരക്ഷിക്കുന്നത് ആരെല്ലാമാണ് എന്നത് നിരന്തരമായി ജനം ടി വി തുറന്നു കാണിക്കുകയും ചെയ്തു. ഈ 2 ആഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതി ഇന്നലെ അതിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ വേടൻ്റെ പരിഗണിച്ചു. അത് ഇന്ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. അവിടെ എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്നത് അത് വേടനെ സംബന്ധിച്ചിടത്തോളവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഏറ്റവും പ്രധാനമാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പായി ഏതെങ്കിലും തരത്തിൽ അറസ്റ്റോ തുടർ നടപടികളോ തടയാതിരിക്കുകയായിരുന്നു വേടനെ ഇതുവരെ പോലീസ് സംരക്ഷിച്ചു വന്നിരുന്നത്. 2 അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു എന്നും 2 സംഘങ്ങളും സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്ന് അന്വേഷണം നടത്തുന്നു എന്നും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ ഒരു ഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ഒരു അന്വേഷണ സംഘം മാത്രമാണ് പുറത്തുപോയത്. അതുപോലും നിർജീവമായിരിക്കുകയായിരുന്നു എന്ന കാര്യം പിന്നീട് വ്യക്തമായി. ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പുറത്തേക്ക് പോയില്ല എന്ന് മാത്രമല്ല, ഇവിടെ പോലും തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കാര്യമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നില്ല. ഇതിനിടയിലാണ് ഇന്നലെ കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാദങ്ങൾ കൂടി അതിജീവിത മുന്നോട്ട് വെച്ചത്. കാരണം വേടൻ വലിയ രാഷ്ട്രീയ സ്വാധീന ശക്തിയുള്ള ആളാണ്, വേടൻ സംരക്ഷിക്കപ്പെടുന്ന ആളാണ് എന്ന് തന്നെയാണ് അതിജീവിത കോടതിയിൽ വാദിച്ചത്. അങ്ങനെയുള്ള ഒരാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ സ്വാഭാവികമായും കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായ, ലൈംഗിക ചൂഷണത്തിന് ഇരയായ, ലൈംഗിക പീഡനത്തിന് ഇരയായ 2 വർഷത്തോളം വേടൻ നിരന്തരമായി അപമാനിച്ചിരുന്ന, അവഹേളിച്ചിരുന്ന തന്നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ നീതിയാകും എന്ന കാര്യം തന്നെയാണ് അതിജീവിത അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുത്, ശക്തമായ നിയമ നടപടികളിലേക്ക് തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം തന്നെയാണ് അതിജീവിതയ്ക്ക് അവിടെ പറയാനുള്ളത്. എന്നാൽ മറിച്ച് വേടൻ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ അതിജീവിതയെ പരിചയമില്ല എന്ന കാര്യവുമോ സാമ്പത്തിക ഇടപാടുകളോ ഒന്നും തന്നെ നിഷേധിക്കുന്നില്ല. കാരണം ഇതെല്ലാം തന്നെ കൃത്യമായ തെളിവുകളോടെയാണ് യുവ ഡോക്ടർ പരാതിയായി പോലീസിലും പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയിലും എല്ലാം തന്നെ പറഞ്ഞിരുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്ന അതിജീവിതയുടെ രഹസ്യമൊഴി ഒരു ഘട്ടത്തിൽ പോലും പോലീസ് കൃത്യമായി പരിശോധിച്ചിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകുന്ന മൊഴി കൂടി പരിശോധിച്ച് തങ്ങൾ കടുത്ത നടപടിയിലേക്ക് കടക്കും, വേടനെ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തും, പിടികൂടും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നെല്ലാം പോലീസ് ആവർത്തിക്കുമ്പോഴായിരുന്നു ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച കൃത്യമായ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വേടൻ നിരന്തരമായി സംരക്ഷിക്കപ്പെടുകയും ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെയും വീണ്ടും ഇന്നും പരിഗണിക്കുന്നത് വരെയും ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് മറ്റ് 2 പരാതികൾ കൂടി. കാരണം ഇന്നലെ അതിജീവിത തന്നെ പറഞ്ഞത് വേടൻ ഒരു ഒറ്റപ്പെട്ട കേസിൽ ഉൾപ്പെട്ട ആളല്ല, നിരന്തരമായ ലൈംഗിക ചൂഷണങ്ങൾ സ്ഥിരം കുറ്റവാളിയാണ്. ആദ്യമായിട്ടല്ല ഈ കേസിൽ താൻ ഈ പരാതി പറയുമ്പോൾ തൻ്റെ കേസ് മാത്രമല്ല വേടനെതിരെ ഉള്ളത്, സമാനമായ പരാതികൾ നിലവിൽ നിരവധിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു അതിജീവിത കോടതിയിൽ തന്റെ വാദങ്ങൾ ഉയർത്തിയത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വേടനെതിരെ 2 പരാതികൾ കൂടി ഉയർന്നു. മുഖ്യമന്ത്രിക്ക് ഇമെയിലായി ലഭിച്ച പരാതിയിൽ തങ്ങൾ 2021 ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് ഒരു പെൺകുട്ടി പറയുന്നു. സംഗീതവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. 2022 ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മറ്റൊരു യുവതി കൂടി വേടനെതിരെ പരാതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇങ്ങനെ 2 പരാതികൾ മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. ആ പരാതികൾ ഇനി എന്താണ് നടപടി സ്വീകരിക്കുക? നിലവിൽ വേടനെ സംരക്ഷിച്ചു വന്നതുപോലെ തന്നെ ഈ പരാതികൾ മുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടിയിലേക്ക് കടക്കുമോ എന്നത് ഏറ്റവും പ്രധാനമാണ്. സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പുറമേക്ക് പറയുകയും ചെയ്യുന്ന അതേ സർക്കാർ സംവിധാനത്തിന് കീഴിൽ തന്നെയാണ് ഒരു ലൈംഗിക പീഡന പരാതിയിൽ ബലാത്സംഗ കുറ്റത്തിൽ കേസ് ചുമത്തപ്പെട്ട് 2 ആഴ്ച പിന്നിട്ടിട്ടും അറിയപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ റാപ്പ് സംഗീതത്തിലൂടെ പ്രശസ്തനായ ഒരാൾ, ഒളിവിൽ കൂടുതൽ കാലം കഴിയുന്നതിന് പരിമിതികളുള്ള ഒരാൾ, അയാളെ കൃത്യമായി കണ്ടെത്താൻ പോലും കഴിയാതെ പോലീസ് സംവിധാനം നാണിച്ചു നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അതിൽ കോടതി പുറപ്പെടുവിക്കുന്ന നിർദ്ദേശം അത് ഏറ്റവും പ്രധാനമാണ്. 2 ഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ടിട്ടുണ്ട്. കൂടുതൽ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി അതിജീവിതയ്ക്ക് സമയം കൂടി അനുവദിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമല്ല, തനിക്ക് സമർപ്പിക്കാനുള്ള രേഖകൾ കൂടി അതിജീവിതയ്ക്ക് സമർപ്പിക്കാമെന്ന കാര്യമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതെല്ലാം പരിഗണിച്ച് റാപ്പർ വേടനെ ഈ
കേസിൽ ഏത് തരത്തിലുള്ള നിയമ നടപടികളായിരിക്കും ഇനി നേരിടേണ്ടി വരിക എന്നത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ പോലീസിന്റെ നിലപാട് എന്തായിരിക്കും? ആള് കീഴടങ്ങുന്നത് വരെ കാത്തിരിക്കുകയായിരിക്കുമോ, അല്ലെങ്കിൽ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ? വീണ്ടും മുൻകൂർ ജാമ്യം ലഭിക്കുകയാണ് എങ്കിൽ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് പോലീസിന്റെ ധാരണ എന്താണ് എന്നത് സംബന്ധിച്ചൊന്നും ഈ ഒരു ഘട്ടത്തിൽ പോലും വ്യക്തതയില്ല. എന്നാൽ അതിജീവിത കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി വീണ്ടും പരിഗണനയിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. മനീഷ് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ വേടനെ വളഞ്ഞിട്ട് ആക്രമിക്കണമോ എന്ന്. വേടൻ വളരെ സുരക്ഷിതമായി ഇരിക്കുകയല്ലേ മനീഷ്? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് എന്തായാലും ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ പ്രസക്തി ഇല്ല എന്ന് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളിലേക്ക് പോകാം. ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ നോക്കിയിട്ട്. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക്. റഷ്യ, യുക്രൈൻ, അമേരിക്ക ത്രികക്ഷി ചർച്ച വൈകാതെയെന്ന് ഡൊണാൾഡ് ട്രംപ്. സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ പുടിനുമായി ഫോണിൽ സംസാരിച്ച് ട്രംപ്. കത്ത് ചോർച്ചയിൽ ആടിയുലഞ്ഞു CPM. പിണറായിയുടെ നിലപാട് MV ഗോവിന്ദന്റെ നിർണായകം. EP ജയരാജന്റെ പങ്കും പാർട്ടി പരിശോധിക്കും. കേരളത്തിൽ നിന്ന് PBക്ക് കൂടുതൽ പരാതികൾ പോയെന്നും സൂചന. ശിക്ഷാ ഇളവ് ലഭിച്ച IS ഭീകരൻ സുബ്ഹാനി ഹാജ മൊയ്തീൻ ഭീകരവാദ ഗ്രൂപ്പുകളിലെ പ്രധാന കണ്ണി. ശക്തമായ വാദങ്ങൾ ഉയർത്തി അപ്പീൽ നൽകാൻ NIA. ശിവകാശിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് വൻ സ്ഫോടനങ്ങൾ ലക്ഷ്യമിട്ട്. സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പരാതി നൽകിയ TN പ്രതാപനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ BJP. പ്രതാപന്റെ ആരോപണം കുടുംബാംഗങ്ങളുടെ വോട്ട് നിയമം ലംഘിച്ച് തൃശൂരിലേക്ക് മാറ്റിയെന്ന്. BC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ വിരമിച്ച ന്യായാധിപൻ ഉൾപ്പെട്ടത് ചട്ടവിരുദ്ധമെന്ന ആക്ഷേപം. വിദ്യാഭ്യാസ വിദഗ്ധർ മാത്രമേ പാടുള്ളൂവെന്ന സുപ്രീം കോടതി വിധി ലംഘിച്ചെന്ന് വിമർശനം. ആരോപണവുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമില്ല. മധ്യ വടക്കൻ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത. 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. 5 ദിവസം കൂടി മഴ തുടരും. ധർമ്മസ്ഥലയിൽ 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്ന ആരോപണത്തിൽ അന്വേഷണം തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ഇതുവരെയും കാര്യമായൊന്നും കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല. ക്ഷേത്ര നഗരത്തെ തകർക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പെട്ടെന്നൊരു ദിവസം മുഖംമൂടി ധരിച്ച ഒരാൾ പ്രാദേശിക മാധ്യമങ്ങൾക്കും കോടതിക്ക് മുന്നിൽ എത്തുന്നു. 1990-നും 2010-നുമിടയിൽ ധർമ്മസ്ഥലയിൽ 100-ലധികം പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടുവെന്നും വെളിപ്പെടുത്തുന്നു. അവിടെ തുടങ്ങി കോലാഹലങ്ങൾ. മലയാള മാധ്യമങ്ങളാണ് വിഷയം ആളിക്കത്തിച്ചത്. കേരളത്തിൽ നിന്നുള്ള യൂട്യൂബർമാരും അതിനൊപ്പം ചേർന്നു. 13 സ്ഥലങ്ങളിൽ 100-ലധികം പേരെ കൊന്നു കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലിൽ പിടിച്ചായിരുന്നു പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കഥകൾ. ക്ഷേത്രത്തിൻ്റെ തലപ്പത്തുള്ളവരും ജീവനക്കാരും പ്രതിസ്ഥാനത്തെത്തി. മലയാള മാധ്യമങ്ങളിലെ കോട്ടിട്ട ജഡ്ജിമാർ വാദം നടത്തി ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ളവരെ കുറ്റക്കാരായി പ്രഖ്യാപിച്ചു. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും പതിയെ വാർത്ത ഏറ്റുപിടിച്ചു. വിഷയം ചൂടുപിടിച്ചതോടെ കർണാടക സർക്കാരിന് നിൽക്കക്കള്ളിയില്ലാതായി. തിടുക്കപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. പിന്നെ കണ്ടത് ഒരു നുണക്കഥ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ്. ആരോപണം ഉയർന്നതോടെ ക്ഷേത്ര ഭരണസമിതി ചെയ്തത് കോടതിയെ സമീപിക്കുകയാണ്. തുടർന്ന് വ്യാജപ്രചാരണങ്ങൾ നിർത്താൻ കോടതി ഉത്തരവിട്ടു. പക്ഷേ മലയാള മാധ്യമങ്ങളും കേരളത്തിലെ മുസ്ലിം യൂട്യൂബർമാരും വിട്ടില്ല. പ്രത്യേക സംഘങ്ങളെ അയച്ച് നിറം പിടിപ്പിച്ച കഥകൾ തുടർന്നു. ഇതിനിടെ പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലെത്തി. 17 സ്ഥലങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഖനനം നടത്തി. ഒരിടത്തുപോലും
സ്ത്രീകളുടെയോ പെൺകുട്ടികളുടെയോ മൃതദേഹം കണ്ടെത്താനായില്ല. കോടതിയിൽ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തി സമർപ്പിച്ച തലയോട്ടി ഫോറൻസിക് പരിശോധന നടത്തിയതിൽ അത് 30 വർഷം പഴക്കമുള്ള ഒരു പുരുഷന്റെ തലയോട്ടിയാണെന്ന് തെളിഞ്ഞു. സ്പോട്ട് 6 കണ്ടെടുത്ത ചെറിയ അസ്ഥികഷ്ണങ്ങളും മറ്റൊരു സ്ഥലത്തു നിന്നും കിട്ടിയ ID കാർഡുകളും പുരുഷന്മാരുടേത് തന്നെ. ഭൂമി ആഴത്തിൽ തുരന്നുള്ള പരിശോധന നടത്തിയെങ്കിലും കൂട്ട കുഴിച്ചുമൂടലിന്റെ തെളിവുകൾ ലഭിച്ചില്ല. ഇതോടെ രംഗം ചൂടുപിടിച്ചു. ഭക്തജനങ്ങൾ പ്രതിഷേധവുമായി കളത്തിലിറങ്ങി. ആരോപണം ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ളതാണെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പോലും തുറന്നടിച്ചു. ശക്തമായ ഗൂഢാലോചന മുൻ ക്ഷേത്ര ജീവനക്കാരന്റെ ആരോപണത്തിന് പിന്നിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഓരോ തവണയും പരിശോധന പരാജയപ്പെടുമ്പോൾ കുഴിച്ചിട്ട സ്ഥലം മറ്റൊന്നാണെന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ഇയാൾ കൂട്ടിക്കൊണ്ടുപോയ ഒരു സ്ഥലത്ത് 81 അസ്ഥികൾ മണ്ണിന് മുകളിൽ കണ്ടു. വിദഗ്ധ പരിശോധനയിൽ അവയും പുരുഷന്റേതാണെന്നും മരണകാരണം ആത്മഹത്യയാണെന്നും തെളിഞ്ഞു. ഇതോടെ BJP പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. അർബൻ നക്സലുകളും മുസ്ലിം മതമൗലികവാദികളും നടത്തുന്ന ഹിന്ദുവിരുദ്ധ നീക്കങ്ങൾക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പിന്തുണ നൽകുന്നു എന്നാണ് BJPയുടെ ആക്ഷേപം. കാര്യങ്ങൾ കൈവിട്ടതോടെ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിക്കെതിരെ വേണ്ടി വന്നാൽ കേസെടുക്കുമെന്നാണ് കർണാടക ആഭ്യന്തരമന്ത്രി പറയുന്നത്. തൽക്കാലം ധർമ്മസ്ഥലയിലെ തിരച്ചിൽ നിർത്തിവച്ചിട്ടുമുണ്ട്. ധർമ്മസ്ഥലയിലെ ഭൂരിഭാഗം കച്ചവടക്കാരും ഹിന്ദുമത വിശ്വാസികളാണ്. എന്നാൽ മംഗലാപുരത്തു നിന്നുള്ള മുസ്ലിം കച്ചവടക്കാരിൽ ചിലർ ആ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ധർമ്മസ്ഥലയിലെ ധർമാധികാരിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിരോധം അവർക്ക് നേരിടേണ്ടി വന്നു. അവരാണോ ഇപ്പോഴത്തെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ ഉണ്ണി K വാര്യർക്കൊപ്പം S ശ്രീകാന്ത്, ജനം, ഡൽഹി. ഇനി നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. 76 ലക്ഷം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന ആരോപണം ഉയർത്തിയായിരുന്നു ഹർജി. ബോംബെ ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് തള്ളിയത്. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഹർജി നൽകിയതിന് ഹൈക്കോടതി നേരത്തെ തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. വിവരങ്ങളുമായി ശ്രീകാന്താണ് ചേരുന്നത്. ശ്രീകാന്ത്, സുപ്രീം കോടതി ഹർജി തള്ളുമ്പോൾ മുഖം നഷ്ടപ്പെടുന്നത് രാഹുൽ ഗാന്ധിക്കാണ് എന്ന് പറയേണ്ടി വരും. കാരണം രാഹുൽ പലപ്പോഴായി വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ച് രംഗത്തെത്തിയതാണ്. എന്തായാലും സുപ്രീം കോടതി ഈ ഹർജിയെടുത്ത് കാട്ടിൽ കളഞ്ഞു എന്ന് പറയാം. ആദ്യം ഹൈക്കോടതിയെയും പിന്നെ ഇപ്പോൾ അപ്പീലുമായി സുപ്രീം കോടതിയെയും സമീപിച്ചത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അയാൾക്ക് അനുകൂലമായ വിധി ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത.
നേരത്തെ 76 ലക്ഷം ബോഗസ് വോട്ടുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇയാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി രൂക്ഷ വിമർശനത്തോടെ തള്ളുകയുമാണ് ഉണ്ടായത്. കോടതിയുടെ വിലപ്പെട്ട സമയമാണ് ഇയാൾ നഷ്ടപ്പെടുത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു കോടതി. മാത്രമല്ല, കോടതി പറഞ്ഞ ഒരു കാര്യം, പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഇത്തരം കേസുകൾ എന്റർടൈൻ ചെയ്യാൻ കഴിയില്ല എന്നുകൂടി അന്ന് കോടതി പറഞ്ഞിരുന്നു. ഇതാ ഇപ്പോൾ സുപ്രീം കോടതിയും ഇയാളുടെ ഈ ഒരു ആവശ്യം നിഷ്കരണം തള്ളിയിരിക്കുന്നു. ഡിവിഷൻ ബെഞ്ചാണ് ഇയാളുടെ ഈ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, കോടതി ഇക്കാര്യത്തിൽ ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഈ ബോഗസ് വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഇയാളുടെ ആരോപണം അത് ബോംബെ ഹൈക്കോടതി തെറ്റാണെന്ന് കണ്ടെത്തിയത്, അല്ലെങ്കിൽ അതിൽ അടിസ്ഥാനമില്ലെന്ന് കണ്ടെത്തിയത് സുപ്രീം കോടതിയും ശരിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പരോക്ഷമായി രാഹുൽ ഗാന്ധിക്കുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും മുഖമടച്ചുള്ള അടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നു എന്നും 76 ലക്ഷം ബോഗസ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതുമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിർത്താൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ ഇപ്പോൾ വോട്ടധികാർ യാത്ര എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബീഹാറിൽ പുതിയ സ്റ്റണ്ട് തുടങ്ങിയിരിക്കുന്നത്. ഈ പരിപാടികൾക്ക്, ഈ നടപടികൾക്കെല്ലാം മുഖമടച്ച് മറുപടി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപിച്ചുള്ള ഈ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ശരി ശ്രീകാന്ത്, ഇനിയൊരു ഇടവേള. ഇനി നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. 76 ലക്ഷം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന ആരോപണം ഉയർത്തിയായിരുന്നു ഹർജി. ബോംബെ ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് തള്ളിയത്. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഹർജി നൽകിയതിന് ഹൈക്കോടതി നേരത്തെ തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. വിവരങ്ങളുമായി ശ്രീകാന്താണ് ചേരുന്നത്. ശ്രീകാന്ത്, സുപ്രീം കോടതി ഈ ഹർജി തള്ളുമ്പോൾ മുഖം നഷ്ടപ്പെടുന്നത് രാഹുൽ ഗാന്ധിക്കാണ് എന്ന് പറയേണ്ടി വരും. കാരണം രാഹുൽ പലപ്പോഴായി വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ച് രംഗത്തെത്തിയതാണ്. എന്തായാലും സുപ്രീം കോടതി ഈ ഹർജിയെടുത്ത് കാട്ടിൽ കളഞ്ഞു എന്ന് പറയാം. ആദ്യം ഹൈക്കോടതിയെയും പിന്നെ ഇപ്പോൾ അപ്പീലുമായി സുപ്രീം കോടതിയെയും സമീപിച്ചത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അയാൾക്ക് അനുകൂലമായ വിധി ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ 76 ലക്ഷം ബോഗസ് വോട്ടുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇയാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി രൂക്ഷ വിമർശനത്തോടെ തള്ളുകയുമാണ് ഉണ്ടായത്. കോടതിയുടെ വിലപ്പെട്ട സമയമാണ് ഇയാൾ നഷ്ടപ്പെടുത്തിയത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു കോടതി. മാത്രമല്ല, കോടതി പറഞ്ഞ ഒരു കാര്യം, പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഇത്തരം കേസുകൾ എന്റർടൈൻ ചെയ്യാൻ കഴിയില്ല എന്നുകൂടി അന്ന് കോടതി പറഞ്ഞിരുന്നു. ഇതാ ഇപ്പോൾ സുപ്രീം കോടതിയും ഇയാളുടെ ഈ ഒരു ആവശ്യം നിഷ്കരണം തള്ളിയിരിക്കുന്നു. ഡിവിഷൻ ബെഞ്ചാണ് ഇയാളുടെ ഈ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, കോടതി ഇക്കാര്യത്തിൽ ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഈ ബോഗസ് വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഇയാളുടെ ആരോപണം അത് ബോംബെ ഹൈക്കോടതി തെറ്റാണെന്ന് കണ്ടെത്തിയത്, അല്ലെങ്കിൽ അതിൽ അടിസ്ഥാനമില്ലെന്ന് കണ്ടെത്തിയത് സുപ്രീം കോടതിയും ശരിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പരോക്ഷമായി രാഹുൽ ഗാന്ധിക്കുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും മുഖമടച്ചുള്ള അടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നു എന്നും 76 ലക്ഷം ബോഗസ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതുമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയമുനയിൽ നിർത്താൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ ഇപ്പോൾ വോട്ടധികാർ യാത്ര എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബീഹാറിൽ പുതിയ സ്റ്റണ്ട് തുടങ്ങിയിരിക്കുന്നത്. ഈ പരിപാടികൾക്ക്, ഈ നടപടികൾക്കെല്ലാം മുഖമടച്ച് മറുപടി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപിച്ചുള്ള ഈ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ വിരമിച്ച ന്യായാധിപനും ഉൾപ്പെട്ടത് ചട്ടവിരുദ്ധമെന്ന് ആക്ഷേപം. സെർച്ച് കമ്മിറ്റിയിൽ വിദ്യാഭ്യാസ വിദഗ്ധർ മാത്രമേ പാടുള്ളൂവെന്ന് സുപ്രീം കോടതി വിധി ലംഘിക്കപ്പെട്ടുവെന്നാണ് വിമർശനം ഉയർന്നത്. മുൻ ന്യായാധിപനെ ചെയർമാനായി നിയമിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ
അടിമപ്പെട്ടത് എന്തിനെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചോദിച്ചത്. വിവരങ്ങളുമായി ശ്രീനന്ദ SP ആണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീനന്ദ, എങ്ങനെയാണ് ഈ ന്യായാധിപൻ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടത് എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്? എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും രാഖി, വിരമിച്ച ഒരു ന്യായാധിപൻ എങ്ങനെയാണ് ഈ ഒരു സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടേണ്ടത്. സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ എന്തൊരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നൊരു കാര്യമാണ്. സംസ്ഥാന സർക്കാരിന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിക്ക് വരെ അതിൽ ഇടപെടേണ്ട ഒരു അവസ്ഥയുണ്ടായിരിക്കുന്ന എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് ശേഷിക്കുന്ന 11 സർവകലാശാലയിലെ VC നിയമനങ്ങളെ കോടതിയുടെ പരിഗണനയിൽ ഇനി വിട്ടുകഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു സർക്കാർ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അതുപോലെ ഗവർണറും തയ്യാറാക്കുന്നതാണ് ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിനൊരു കൃത്യമായ ഒരു തീരുമാനം എടുക്കാതെ തൻ്റെ തീരുമാനങ്ങളെല്ലാം മറ്റൊരു ആളിലേക്ക് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി എന്തിനാണ് ഇതിലൊരു തീരുമാനം എടുക്കുന്നതെന്നും ഈ വിരമിക്കപ്പെട്ട ഈ ഒരു ആളെ ഇദ്ദേഹത്തെ എന്തിനാണ് ഈ ഒരു സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് യാതൊരുവിധ എന്താണ് ഇതിന് കാരണമെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ നിയമിച്ചതെന്നോ ഉള്ള ഒരു കാരണം ഇവർ വ്യക്തമാക്കുന്നില്ല. ആ കാരണം വ്യക്തമാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. വിരമിക്കപ്പെട്ട ഒരാളെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആ ജോലിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് എടുക്കാനുള്ള ഒരു കാരണം കാണിക്കലാണ് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ സംസ്ഥാന സർവകലാശാലയിൽ VC-മാരെ നിയമിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്. ആ ഒരു അവകാശമാണ് ഇവിടെ ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു കാര്യം കൂടി അവിടെ എടുത്തു പറയുന്നതുണ്ട്. രാഖി, ശരി ശ്രീനന്ദ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ വിരമിച്ച ന്യായാധിപൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ചട്ടവിരുദ്ധമെന്ന ആക്ഷേപം ഉയരുകയാണ്. സെർച്ച് കമ്മിറ്റിയിൽ വിദ്യാഭ്യാസ വിദഗ്ധർ മാത്രമേ പാടുള്ളൂ എന്ന സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി ലംഘിക്കപ്പെട്ടു എന്ന വിമർശനമാണ് ഉയരുന്നത്. മുൻ ന്യായാധിപനെ ചെയർമാനായി നിയമിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ അടിമപ്പെട്ടത് എന്തിനാണ് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചോദ്യവും ഉയരുകയാണ്. ശ്രീനന്ദിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. കനത്ത മഴയിലും ശബരീശ ദർശന സൗഭാഗ്യം തേടി ശബരിമലയിലേക്ക് ഭക്തജന പ്രവാഹം. 19,827 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. സന്നിധാനത്ത് 3 ദിവസമായി തുടരുന്ന മഴയ്ക്ക് ശമനം ഇല്ല. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പമ്പാ സ്നാനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരുകയുമാണ്. പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി 10 നട അടയ്ക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, മഴയാണ് തുടർച്ചയായ 3 ദിവസമായിട്ട്. എന്നിട്ടും അയ്യപ്പ ഭക്തർ അയ്യനെ വണങ്ങാനായി അങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്ന് സന്നിധാനത്ത് നിന്നുള്ള കാഴ്ചകൾ? രാഖി, പൊന്നോണത്തിന്റെ നല്ല നാളുകളെ മലയാളി വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ആ നല്ല നാളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആ അനുഗ്രഹാശംസകൾക്ക് വേണ്ടി വലിയ തിരക്കാണ് സന്നിധാനത്ത് 3 ദിവസമായി അനുഭവപ്പെടുന്നത്. ആദ്യ ദിവസം 20,000-ഓളം ഭക്തജനങ്ങളും ഇന്നലെ 29,000-ഉം ഇന്നലെ മിനിഞ്ഞാന്ന് 29,000 ഭക്തജനങ്ങളും ഇന്നലെ 20,000-ഓളം ഭക്തജനങ്ങളും ദർശനം നടത്തി. ഇന്ന് പുലർച്ചെയും മഴയുണ്ട്. ഇന്നലെ രാത്രിയും കനത്ത മഴ, തോരാ മഴ തന്നെയായിരുന്നു. ഇന്ന് പുലർച്ചെ അല്പസമയം, ഈ സമയം മാത്രമാണ് മഴ മാറി നിൽക്കുന്നത്. തണുത്ത കാലാവസ്ഥയാണ്. മഴയും മഞ്ഞും എല്ലാം ചേർന്ന് നല്ല തണുത്ത ഈ പ്രഭാതത്തിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എത്തുന്ന, മലകയറി എത്തുന്ന ഭക്തരുടെ ഭക്തി നിർഭരമായ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം ധാരാളമായി എത്തുന്ന ദിവസങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിനായി എത്തുന്ന ഭക്തരുടെയും വലിയ തിരക്ക് സന്നിധാനത്ത് നിന്ന് കാണാം. ഉഷപൂജ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉഷപൂജയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങ് ഇപ്പോൾ സോപാനത്തിന് സമീപം, കൊടിമരച്ചോടിന് സമീപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയും കാഴ്ചകളാണ് കാണുന്നത്. ഭക്തി നിർഭരമായ, ഏറ്റവും നിഷ്കളങ്ക ഭക്തിയുടെ കുസൃതിയും നിഷ്കളങ്കതയും എല്ലാം നിറഞ്ഞ് കുഞ്ഞുങ്ങൾ ചോറൂണ് ചടങ്ങ് അയ്യപ്പ സ്വാമിയുടെ തിരുമുന്നിൽ ആദ്യമായി രുചി നുണയുന്ന ആ കാഴ്ചകളാണ് കാണുന്നത്. അയ്യപ്പസ്വാമിയിൽ നിന്നും ലഭിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹാശംസകളോടുകൂടി ആദ്യ രുചി നുണയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ കുസൃതിയും കളിയും ചിരിയും നിഷ്കളങ്കതയും ഒക്കെ നിറഞ്ഞ് അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ആദ്യം രുചി നുണഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ അപ്പൂപ്പൻ്റെ, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ആ ചോറൂണ് ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ നമുക്ക് കാണാം.
നല്ല മഴയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന മഴയ്ക്ക് മാറ്റമില്ല. രാവിലെ അല്പസമയം മാത്രമാണ്, ഇന്ന് കഴിഞ്ഞ ഒരു മണിക്കൂറായി മാത്രമാണ് മഴ മാറി നിൽക്കുന്നത്. രാത്രിയിൽ കനത്ത മഴയായിരുന്നു. 2 ദിവസമായി തുടരുന്ന മഴയ്ക്ക് ശമനമില്ലാത്തത് കൊണ്ട് തന്നെ പമ്പ സ്നാനത്തിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഭക്തജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. പലയിടത്തും മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് മല കയറണം, ഇറങ്ങണമെന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ഈ സമയം ഉണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. മലയാളികൾക്കൊപ്പം തന്നെ അയൽ സംസ്ഥാന ഭക്തജനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലായി കൂടുതലായി സന്നിധാനത്തേക്ക് എത്തി എന്നുള്ളതും ചിങ്ങമാസ പൂജാ നാളുകളിലെ പ്രത്യേകതയാണ്. കഴിഞ്ഞ 2 ദിവസം 3 ദിവസത്തെ അപേക്ഷിച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നാണ് ഈ തിരക്കിൽ നേരിയ കുറവ് ഉള്ളത്. കഴിഞ്ഞ 3 ദിവസവും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെട്ടു. ആദ്യ ദിവസവും 20,000-ന് മുകളിൽ ഭക്തജനങ്ങളും, രണ്ടാമത്തെ ദിവസവും 29,000-നടുത്ത് ഭക്തജനങ്ങൾ, മൂന്നാമത്തെ ദിവസം ഇന്നലെ 20,000-ത്തോളം ഭക്തജനങ്ങളും ദർശനം നടത്തിയപ്പോൾ ഇന്ന് പുലർച്ചെ ഈ തിരക്കിൽ നേരിയ കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിനുമൊക്കെ ആയിട്ടും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുകയും ചെയ്തത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉഷപൂജയ്ക്ക് ശേഷം അയ്യപ്പസ്വാമിയുടെ പ്രസാദം അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ മടിയിലിരുന്നു കൊണ്ട് കുഞ്ഞുങ്ങൾ ആദ്യ രുചി നുണയുന്നതിൻ്റെ സവിശേഷമായ പുണ്യകരമായ നിഷ്കളങ്ക ഭക്തിയുടെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഉഷപൂജയ്ക്ക് ശേഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ, നിഷ്കളങ്ക ഭക്തിയുടെ, കുസൃതിയുടെ, കളിച്ചിരിയുടെ എല്ലാം നിഷ്കളങ്കമായ കാഴ്ചകൾ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ ചോറൂണ് ചടങ്ങ് ഘട്ടമായി പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒപ്പം തന്നെ നേരിയ തിരക്കിൽ കുറവുള്ളത് ഇന്നാണ്, കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇന്ന് വെർച്വൽ 10,000-ത്തോളം ഭക്തജനങ്ങളാണ് ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ഇന്ന് ബുക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്കിങ്ങിലും ഇന്ന് കുറവുണ്ട്. ഇപ്പോൾ ഈ സോപാനത്തോട് ചേർന്ന് ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിന് ഇനി അല്പസമയം മാത്രം ഉള്ള ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് ഫ്ലൈ ഓവറും നടപ്പന്തലിലുമെല്ലാം തിരക്ക് കുറവാണ് എന്നുള്ള കാര്യവുമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ സമയത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിലും വലിയ തിരക്കായിരുന്നുവെങ്കിൽ ഇന്ന് കുറവുണ്ട്. തിരക്കിൽ ഈ പ്രഭാതത്തിൽ കുറവുണ്ട് എന്നുള്ള കാര്യവുമുണ്ട്. 21-ാം തീയതി രാത്രി 10 മണിക്കാണ് പൂജകൾ പൂർത്തിയാക്കി, ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത്. 21-ാം തീയതി നടയടച്ചാലും ആഴ്ചകൾക്കപ്പുറം ശബരിമലയിലേക്ക് ഈ മഴയുള്ള ദിവസമാണ് എങ്കിലും വലിയ ഭക്തജന പ്രവാഹമാണ് എന്നുള്ളത് തന്നെയാണ് മിഥുൻ മുരളി സന്നിധാനത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് കാണാം അവിടെ വലിയ തിരക്കുണ്ട്. കഴിഞ്ഞ ദിവസം 19,827 ഭക്തർ ദർശനം നടത്തിയിരുന്നു സന്നിധാനത്ത്. ഇന്നും അതേ തിരക്ക് തുടരുകയാണ്. 3 ദിവസമായി മഴയായിരുന്നു. ആ മഴ അല്പം ഇന്ന് രാവിലെ ഒന്ന് ശമിച്ചിട്ടുണ്ട്. അതൊരു ഒരു വലിയ ആശ്വാസം തന്നെയാണ്. നിരവധി കുഞ്ഞുങ്ങൾ അവിടെ ചോറൂണ് കർമ്മവും നടക്കുന്നുണ്ട്. അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും ഒപ്പം ചേട്ടൻ്റെയും ഒക്കെ മടിയിലിരുന്ന് ആദ്യമായി അന്നപ്രസാദം എടുക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. വളരെ സുന്ദരമായ കാഴ്ചകളാണ് ഈ പുലരിയിൽ നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. പൂജകൾ പൂർത്തിയാക്കി 21-ാം തീയതി രാത്രി 10-നായിരിക്കും ശബരിമല നട അടയ്ക്കുക. മിഥുൻ മുരളിയാണ് നമുക്ക് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരസ്യ പ്രതികരണത്തിന് വിലക്ക്. വകുപ്പ് മേധാവികൾക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് മുന്നറിയിപ്പ്. പ്രതികരിച്ചാൽ നടപടിയെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം നെഫ്രോളജി വിഭാഗം മേധാവിയുടെ ഒരു പോസ്റ്റ് വന്നിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അത് അപ്രത്യക്ഷമായി. ഇതിന് പിന്നാലെ ഇപ്പോൾ പരസ്യ പ്രതികരണം വിലക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം പ്രിൻസിപ്പൽ നൽകുകയാണ്. ഇതിനു മുൻപ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുനീര് വരെ മാധ്യമങ്ങൾ കണ്ടു എന്നുള്ളതാണ്. പിന്നീടാണ് ഡോക്ടർ മോഹൻദാസിന്റെ പ്രതികരണം വരുന്നത്. ഇതോടുകൂടി പരസ്യ പ്രതികരണം വിലക്കി. അദ്ദേഹത്തിനെതിരെ ഒരു പ്രതികാര നടപടി കൂടി പ്രതീക്ഷിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ പ്രശാന്ത്? രാഖി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ മറ്റാരും അറിയാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റാരും അറിയരുത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങളായിക്കോട്ടെ, മറ്റ് എല്ലാ കാര്യങ്ങളും ആരും അറിയരുത് എന്നൊരു നില കൂടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് വലിയ രീതിയിൽ മെഡിക്കൽ കോളേജിനെയും സർക്കാരിനെയും എല്ലാം ബാധിക്കുന്നു. ഓരോരുത്തരായി ഓരോ വിഭാഗം വകുപ്പ് മേധാവികളും അല്ലെങ്കിൽ ഓരോ ഡോക്ടർമാരും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രതികരണം നടത്തുന്നത് സർക്കാർ തന്നെ തിരിച്ചടിയാകും എന്നത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ്
അറിയിച്ചിരിക്കുന്നത്. അതായത് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതികളോ പരിഭവങ്ങളോ ആഭ്യന്തരമായി പറയുക, അതായത് വകുപ്പ് മേധാവികളോട് പറയുക മാത്രമാണ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടവരോട് മാത്രം പറയുക. ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രതികരിക്കാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഡോക്ടർ മോഹൻദാസിൻ്റെയും ഹാരിസ് ചിറക്കലിൻ്റെയും പ്രതികരണങ്ങൾ വലിയ രീതിയിൽ സർക്കാരിനെ തന്നെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹാരിസ് ചിറക്കൽ ആണ് ആദ്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയത്. പ്രതികരണം നമുക്കറിയാം എത്തരത്തിലാണ് അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് മാനസിക രോഗിയാക്കി മാറ്റുന്ന തരത്തിലേക്കെല്ലാം ഈ സർക്കാർ സംവിധാനം ചെന്നെത്തിയിരുന്നു. തുടർന്ന് അതിന് പിന്നാലെയാണ് അടുത്ത വിഷയം ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ മോഹൻദാസ് എത്തുന്നത്. ഇങ്ങനെ ഡോക്ടർമാർ നിരന്തരം ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ പരാതികൾ പറയുന്നത് തുടർക്കഥയായതോടുകൂടിയാണ് ഇപ്പോൾ വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ തന്നെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അത് പരാതികൾ ആഭ്യന്തരമായി പറഞ്ഞു തീർക്കുക മാത്രമാണ്, പരസ്യ പ്രതികരണത്തിന് നടത്താൻ പാടില്ല. പരസ്യ പ്രതികരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നടത്തിക്കഴിഞ്ഞാൽ കർശനമായ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ ഡോക്ടർമാർക്കും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കുമെല്ലാം നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗും ഉന്നത അധികാരികളുമായിട്ടൊരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിഭാഗങ്ങളും, അതായത് പ്രശാന്ത്, യൂറോളജി വിഭാഗം മേധാവി ആ വകുപ്പിൽ നടക്കുന്നത് എന്താണ് എന്ന് തുറന്ന് പറഞ്ഞു. ഇതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതികാര നടപടി സർക്കാർ തുടങ്ങി വച്ചു. എന്നാൽ ഇതിന് പിന്നാലെ ആരോഗ്യ വകുപ്പിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ എന്താണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നെഫ്രോളജി വിഭാഗം മേധാവി തന്നെ രംഗത്ത് എത്തി. ഇത്തരത്തിൽ ഓരോ വിഭാഗം മേധാവിമാരും എന്താണ് സംഭവിക്കുന്നത്, ഡോക്ടർമാർ അല്ലെങ്കിൽ HODമാർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യുന്നതിന് പരിധിയുണ്ട്. സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഇത്തരത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. കൃത്യമായ ഒരു ചികിത്സ ഉറപ്പാക്കണമെങ്കിൽ കൃത്യമായ ഉപകരണങ്ങൾ വേണം, സർക്കാരിൽ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ അത്തരം സംവിധാനങ്ങൾ വേണം എന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള പരാതികൾ തന്നെയാണ് ഹാരിസ് ചിറക്കലും ഡോക്ടർ മോഹൻദാസും ഉന്നയിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പോൾ ഒരു പ്രതികാര നടപടി ആ ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതികരണം ആരാഞ്ഞുവെങ്കിൽ പ്രതികരണത്തിന് തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വരുന്ന ഈ ഒരു വിലക്ക് എന്നുള്ളതാണ്. ഇതോടുകൂടി ഇനി ആരും വായ തുറക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്നുള്ളത് തന്നെയല്ലേ? രാഖി, ഈ വിഷയത്തിൽ അതായത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ വായ കൂടി മൂടിക്കെട്ടണമെന്നൊരു ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട്, ഈ നടപടിക്ക് പിന്നിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർശന നടപടി സ്വീകരിക്കുമെന്ന രീതിയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ മാത്രമല്ല, ആരോഗ്യ വകുപ്പ് തന്നെ, അതായത് സർക്കാർ തന്നെ നേരിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം തന്നെയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ വിഷയങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ അപാകതകൾ നടക്കുമ്പോഴും കൃത്യമായ രീതിയിൽ മേലധികാരികളെ അതത് HODകൾ അതത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലധികാരികൾ അറിയിക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെ അറിയിക്കുമ്പോൾ പോലും അതിന് കൃത്യമായ രീതിയിലൊരു നടപടിയോ അല്ലെങ്കിൽ ഇത് പ്രശ്നപരിഹാരം നടത്തുന്ന രീതിയിൽ ഒരു നടപടി സ്വീകരിക്കാറില്ല. ആ നടപടി സ്വീകരിക്കാതെ വരുമ്പോഴാണ് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും പ്രതികരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്നൊരു തീരുമാനമെടുക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലും മോഹൻദാസും അടക്കമുള്ളവർ ചെയ്തതും അതുതന്നെയാണ്. ഇപ്പോൾ അതിനാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം തങ്ങളുടെ തെറ്റ്, തങ്ങളുടെ കുറ്റം പൊതുജനങ്ങൾ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്താൻ പാടില്ല എന്നടക്കമുള്ളൊരു ശാഠ്യം കൂടിയുണ്ട് എന്ന് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ മോഹൻദാസിൻ്റെ അവസ്ഥയും ഹാരിസ് ചിറക്കലിന് സമാനമായി എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും അദ്ദേഹത്തെയും പീഡിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നമ്മുടെ ആരോഗ്യവകുപ്പും സർക്കാരും എല്ലാം പീഡിപ്പിക്കും. കാരണം ഒരു പ്രശ്നം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹാരിസ് ചിറക്കലിൻ്റെ വിഷയം ഒരു തരത്തിൽ സർക്കാരിന് ഒതുക്കി തീർക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്ലീൻ ചിറ്റാണ് നിലനിൽക്കുന്നത്. കാരണം ഒരു ലീവ് പോലും എടുക്കാതെ സർവീസ് നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല. മാധ്യമങ്ങളടക്കം ഹാരിസിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആ വിഷയം കെട്ടടങ്ങുന്നത്. ഒരു പരിധിവരെയാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ ഈ പ്രശ്നപരിഹാരം സർക്കാർ നടത്തിയത്, ആരോഗ്യവകുപ്പ് നടത്തിയത്. തൊട്ടു പിന്നാലെയാണ് മോഹൻദാസും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതും സർക്കാരിനെ പിടിച്ചുലക്കുന്ന രീതിയിലേക്ക്, ആരോഗ്യവകുപ്പിനെ
വെക്കുന്ന നിലയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത് എന്തായാലും പ്രശാന്ത്, ഇവര് സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരണം വേണ്ട, അതായത് പരാതി ഉണ്ടെങ്കിൽ അത് പറയാനുള്ള സംവിധാനം നമുക്കുണ്ടല്ലോ എന്ന ന്യായീകരണമാണ് നിരത്തുന്നത്. പക്ഷേ ഈ ഹാരിസ് ചിറക്കൽ വളരെ വ്യക്തമായി തന്നെ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ PA അടക്കം കാര്യങ്ങൾ ധരിപ്പിച്ചതാണ്, പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല, ഇതോടുകൂടി ഒരു പരസ്യ പ്രതികരണത്തിന് ഞങ്ങൾക്ക് മുതിരേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് ഹാരിസ് ചിറക്കൽ അന്ന് പ്രതികരിച്ചത്. എന്തായാലും ഈ ഡോക്ടർ മോഹൻദാസ് ഇതുവരെ ഒരു സോഷ്യൽ മീഡിയ എന്നതിലുപരി ഒരു മൈക്കിന് മുന്നിൽ പ്രതികരിക്കാത്തിടത്തോളം കാലം അദ്ദേഹം അത്തരത്തിലൊരു പരാതി പറയില്ല എന്ന് മാത്രം തൽക്കാലം ആശ്വസിക്കാം ആരോഗ്യവകുപ്പിനെന്ന് തോന്നുന്നു. രാഖി, പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കേണ്ട ഇടത്തിൽ ഇവരെല്ലാം, ഈ ഡോക്ടർമാരെല്ലാം പ്രതികരിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അല്ലാതെ അങ്ങനെ ഒരു പ്രതികരണം നടത്താതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ എഴുതിയിടാം അല്ലെങ്കിൽ പ്രതികരിക്കാം എന്ന് തീരുമാനമെടുക്കുന്നവരല്ല ഈ ഉദ്യോഗസ്ഥരാരും. കാരണം ഇവരെല്ലാം ഓരോ വകുപ്പിൻ്റെ മേധാവികൾ കൂടിയാണ്. ആ സ്വാഭാവികമായിട്ടും എവിടെയാണോ പ്രതികരിക്കേണ്ടത് ആ പ്രതികരിക്കേണ്ട സ്ഥലത്തൊക്കെ ഇവർ പ്രതികരിച്ചിട്ടുണ്ടാവും. എന്നാൽ അവിടെയെങ്ങും നീതി നടപ്പാക്കുന്നില്ല, അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നം, തങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അതിനൊരു നീതി നടപ്പിലാക്കുന്നതിലേക്ക് ചെല്ലുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നപരിഹാരം കണ്ടെത്തുന്നതിലേക്ക് ചെല്ലുന്നില്ല. അത് വരുമ്പോഴാണ് ഒരു പ്രതിഷേധ സ്വരം ഉയരുകയും അതിൽ പിന്നീട് ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെയെങ്കിലും പൊതുജനം അറിയട്ടെ, അതിലൂടെയെങ്കിലും ആരോഗ്യവകുപ്പ് അറിയട്ടെ എന്നൊരു, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ അധികൃതർ അറിയട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. എന്തായാലും പറയേണ്ട ഇടത്തിലെല്ലാം മോഹൻദാസും പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മോഹൻദാസിനെതിരെയുള്ള അച്ചടക്ക നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. എന്തായാലും അത് ഉണ്ടാകാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. തീർച്ചയായും പ്രശാന്ത്, ആ ഒരു നടപടി തന്നെയാണ് സാധാരണ ഉണ്ടാകാറ്, അത് തന്നെയാണ് നമ്മുടെ ചരിത്രവും ഒക്കെ. എന്തായാലും ഡോക്ടർ മോഹൻദാസിന്റെ പ്രതികരണം കൂടി വന്നതോടുകൂടി ആരോഗ്യ വകുപ്പ് മേധാവികൾക്ക്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് പരസ്യ പ്രതികരണം വേണ്ട, വിലക്കാണ്. വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതികരിച്ചാൽ നടപടി എന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം. ഒരു ആശയം ഒത്തിരി വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നിടത്ത് ഒരു ക്യാമറയിലെ ഒരു ക്ലിക്കിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പകർന്നാട്ടം നടത്തുന്ന കലയാണ് ഫോട്ടോഗ്രാഫി. എല്ലാ വർഷവും ലോകമെങ്ങും ഫോട്ടോഗ്രാഫി ദിനമായി ആഘോഷിക്കുന്നു. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഇന്നലകൾ ഇന്ന്. ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 19-നാണ് ലോക ഫോട്ടോഗ്രാഫി ദിനം ആഘോഷിക്കുന്നത്. ലോകമാകമാനം ഫോട്ടോഗ്രാഫർമാർ അവരുടെ കഴിവിൻ്റെയും വൈദഗ്ധ്യത്തിൻ്റെയും പ്രദർശന ദിനമായി ഈ ദിവസത്തെ കാണുന്നു. 1000 വാക്കുകൾക്ക് തുല്യമാണ് ഒരു ചിത്രം. അത്രയേറെ ആശയ കൈമാറ്റത്തിന് ഒരു ചിത്രത്തിലൂടെ, ഒരു ഫോട്ടോഗ്രാഫിയിലൂടെ കഴിയുന്നു. ഫോട്ടോഗ്രാഫിക്ക് ചില ചരിത്രങ്ങൾ പറയാനുണ്ട്. ഫ്രഞ്ചുകാരനായ ലൂയി ടെഗ്വേരയെയാണ് ഫോട്ടോഗ്രാഫിയുടെ പിതാവായി കാണുന്നത്. എന്നാൽ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ഈ വിദ്യയെക്കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിശദീകരിച്ചിട്ടുണ്ടത്രേ. ലോകത്തിലെ ആദ്യത്തെ പിൻഹോൾ ക്യാമറയായ ഒബ്സ്ക്യൂറയുടെ പിറവിക്ക് പിന്നിലും അരിസ്റ്റോട്ടിലിൻ്റെ തത്വമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഇരുട്ടുമുറിയിലേക്ക് ചെറിയൊരു സുഷിരത്തിലൂടെ കടത്തിവിടുന്ന പ്രകാശകിരണങ്ങൾ മുറിയുടെ പ്രതലത്തിൽ തലകീഴായി ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തത്വമാണ് അരിസ്റ്റോട്ടിൽ ലോകത്തോട് പറഞ്ഞത്. 1830-ലാണ് ലോക ചരിത്രത്തിലാദ്യമായി ഫോട്ടോഗ്രാഫി എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയത്. ഫോട്ടോഗ്രാഫിയുടെ ആദിമരൂപമായ ഡൈഗ്രോടൈപ്പ് എന്ന ഉപകരണം ഫ്രഞ്ച് സർക്കാർ ലോകത്തിനു മുൻപിൽ സമർപ്പിച്ചത് 1879 ഓഗസ്റ്റ് 19-നാണ്. അതുകൊണ്ടാണ് ലോക ഫോട്ടോഗ്രാഫി ദിനം ഓഗസ്റ്റ് 19-ന് ആഘോഷിക്കുന്നത്. ഫോട്ടോഗ്രാഫി മേഖലയിലെ വലിയൊരു കുതിപ്പായിരുന്നു ഇത്. ലോകത്തിലാദ്യമായി ക്യാമറയിലൂടെ ഒരു ചിത്രമെടുത്തത് ഫ്രഞ്ചുകാരനായ ജോസഫ് നീസിം ഫോർനെയ്ബ്സ് ആണ്. 1826 ഫ്രാൻസിലെ ബർഗണിയിലെ തന്റെ വീടിന്റെ മുകൾ ഭാഗത്തു നിന്നാണ് അദ്ദേഹം ലോകത്തിലെ ആദ്യ ചിത്രം ക്യാമറയിൽ പകർത്തിയത്. ഹീലിയോഗ്രാഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അദ്ദേഹം ലോകത്തിനു മുൻപിൽ ആദ്യമായി ഫോട്ടോഗ്രാഫിയുടെ വിസ്മയം തീർത്തത്. ജെയിംസ് ക്ലർക്ക് മാക്സെൽ എന്ന ഗണിതശാസ്ത്രജ്ഞനാണ് ആദ്യമായി കളർ ചിത്രം പകർത്തിയത്. 20-ാം നൂറ്റാണ്ടിലാണ് ആദ്യ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ പിറവി. 1957-ലാണ് ആദ്യമായി ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ജനിക്കുന്നത്. സ്റ്റീഫൻ സാസെങ് ആണ് ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചത്. പിന്നീട് നിരവധി സാങ്കേതിക വിദ്യയുള്ള ക്യാമറകൾ കണ്ടുപിടിക്കപ്പെട്ടു. എത്രയോ പ്രകാശവർഷങ്ങൾക്കപ്പുറമുള്ള ഗ്രഹങ്ങളെ വരെ ക്യാമറയിൽ പകർത്താൻ കഴിയുന്ന തരത്തിൽ ഫോട്ടോഗ്രാഫി മേഖല വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ മൊബൈൽ ഫോൺ പ്രചാരത്തിലായതോടെ
ഫോട്ടോഗ്രാഫി വളരെയേറെ ജനകീയമായി മാറി. ഇന്ന് ഫോട്ടോഗ്രാഫിയുടെ വളർച്ച പ്രവചനാതീതമാണ്. കൊച്ചുകുട്ടികൾ വരെ നല്ല ഫോട്ടോഗ്രാഫർമാരായി മാറിയിരിക്കുന്നു. നമ്മുടെ സംസ്കാരവും പൈതൃകവുമൊക്കെ വെളിവാകുന്നതും പല ചരിത്ര വസ്തുതകളും കഥാപാത്രങ്ങളും കൺമുമ്പിൽ എത്തുന്നതും ഇന്ന് ഫോട്ടോഗ്രാഫിയിലൂടെയാണ്. മൊബൈൽ ഫോൺ വന്നപ്പോൾ സെൽഫിയില്ലാത്ത ആഘോഷങ്ങളുമില്ല. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. CPM-നെ പിടിച്ച് ഉലച്ചിരിക്കുകയാണ് ഈ കത്ത് വിവാദം. CPM പോളിറ്റ് ബ്യൂറോയിൽ നൽകിയ കത്ത് ചോർന്ന സംഭവത്തിൽ പാർട്ടി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. പാർട്ടിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന നേതൃത്വം മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. ഷർഷാദിന് പിന്നിൽ EP ജയരാജന്റെ പങ്കും പാർട്ടി പരിശോധിക്കും. ഷർഷാദിന്റെ പരാതിക്ക് പുറമെ മറ്റ് പരാതികളും കേരളത്തിൽ നിന്നും പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ചിട്ടുള്ളതായി വിവരമുണ്ട്. അതേസമയം കത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് MV ഗോവിന്ദന് നിർണായകവുമാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇതിനോടകം തന്നെ ഈ കത്ത് പുറത്തു വന്നതിലൂടെ വലിയ തലവേദന പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനിടെ EP ജയരാജന്റെ പങ്ക് എന്താണ് എന്ന ചോദ്യം ഉയരുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? രാഖി, കത്ത് വിവാദത്തിൽ CPM ആടിയുലയുകയാണ്. സംസ്ഥാനത്ത് പ്രതിരോധത്തിലാകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇതുവരെ നേതാക്കന്മാരാരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എല്ലാവരും മൗനത്തിലാണ്. ഈ മൗനം വെടിയാൻ ആരും തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, CPM-നെതിരെ ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ആരോപണം ഉണ്ടായാൽ കൂട്ടായ ആക്രമണം നടത്തുകയും ആ എതിരാളിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് CPM-ന്റെ നേതാക്കളടക്കം ചെന്നെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇവിടെ ഈ കത്ത് വിവാദം വന്നതോടുകൂടി, കത്ത് പുറത്തായതോടുകൂടി ആ വിഷയത്തിൽ ആരോപണ വിധേയരായവരെ ആരെയും കുറിച്ചും യാതൊരുവിധ പ്രതികരണങ്ങൾ നടത്തുവാൻ അതായത് CPM തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ CPM നേതൃത്വത്തിലുള്ള ആരും തയ്യാറാകുന്നില്ല. വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്, ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് രാജേഷ് കൃഷ്ണയെയും അതോടൊപ്പം തന്നെ ഷർഷാദിനെ അടക്കം തള്ളാനോ കൊള്ളാനോ കഴിയാത്ത രീതിയിലേക്ക് സംസ്ഥാനത്തെ CPM നേതൃത്വം എത്തിച്ചേർന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല MB രാജേഷിനെയും അതോടൊപ്പം തന്നെ MV ഗോവിന്ദനെ അടക്കമുള്ളവർ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ അടക്കമുള്ളവർക്കെതിരെ ഉള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഈ വിഷയത്തിൽ EP ജയരാജൻ്റെ പങ്ക് കൂടി ഉണ്ടാകുന്നു എന്ന ഒരു വിവരം കൂടി വരുന്നത്. അതായത് ഇത് പങ്കുണ്ടോ എന്നൊരു സംശയം കൂടി ഉണ്ടാക്കുന്നു. ഷെർഷാദുമായി ബന്ധപ്പെട്ട് ഈ ഷെർഷാദിനെ ഈ പരാതി കൊടുക്കുന്നതടക്കം കാര്യങ്ങളിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം EP ജയരാജൻ്റെ ഒരു ചെറിയ കൈയുണ്ടോ എന്നൊരു അടക്കമുള്ള സംശയവും തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ സംസ്ഥാനത്തെ പാർട്ടിയിലുള്ളിൽ തന്നെ EP ജയരാജന് കടുത്ത അതൃപ്തിയുണ്ട്. MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതടക്കം അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പാർട്ടിയിലെ ഒരു രണ്ടാമനെന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞാൽ അടുത്ത് EP ജയരാജനാണ് സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറി സ്ഥാനം നൽകേണ്ടിയിരുന്നത്. നേരത്തെ അദ്ദേഹം LDF കൺവീനർ സ്ഥാനമെല്ലാം വഹിച്ച ആൾ കൂടിയാണ്, പാർട്ടിയിലെ മുതിർന്ന നേതാവ് കൂടിയാണ്. നിലവിൽ ഇപ്പോൾ പിണറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവാണ് EP ജയരാജൻ. എന്നാൽ EP ജയരാജനെ തള്ളിക്കൊണ്ടാണ് MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കുന്നത്. ഇതിൽ തന്നെ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ പാർട്ടി യോഗങ്ങളിലടക്കം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. വിയോജിപ്പ് അറിയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം നമുക്ക് അറിയാം, പല യോഗങ്ങളിലടക്കം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ EP ജയരാജന്റെ ഭാഗത്തുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് EP ജയരാജന് കൂടി ഇതുമായി ബന്ധപ്പെട്ട ഈ കത്ത് വിവാദത്തിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങളും ഉണ്ടാക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ CPM നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കത്ത് വിവാദത്തിൽ ആടിയുലയുകയാണ് സംസ്ഥാനത്തെ CPM നേതൃത്വം. അതായത് പ്രശാന്ത്, ഈ രാജേഷ് കൃഷ്ണയെയോ ഷെർഷാദിനെയോ തള്ളാനോ കൊള്ളാനോ കഴിയാത്തൊരു അവസ്ഥ പാർട്ടിക്ക് ഉണ്ട്. കാരണം ആർക്കൊക്കെ എതിരെയാണ് ഇവർ വെടിപൊട്ടിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് തന്നെ ആശങ്കയുണ്ട് എന്നുള്ളതാണ്. കാരണം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള കുടിപ്പക വളർന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അത് തന്നെ വേണം മനസ്സിലാക്കേണ്ടതിരിക്കുന്നത്. കാരണം പരാതികൾ വരുമ്പോൾ, അതായത് PBയിൽ പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് നേതാക്കൾക്കെതിരെയും ഗുരുതരമായിട്ടുള്ള പരാതികൾ ചെന്നെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് നേതാക്കൾ ഈ നിലവിലെ പരാതിയിൽ പറയുന്നതല്ലാതെ കൂടുതൽ നേതാക്കൾക്കെതിരെയും പരാതി ചെന്നെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടി നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലാകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഷെർഷാദിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ രാജേഷ് കൃഷ്ണൻ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേർക്കെതിരെയും തള്ളാനോ കൊള്ളാനോ കഴിയാത്തൊരു സാഹചര്യത്തിലൊക്കെ സംസ്ഥാനത്തെ നേതൃത്വം ചെന്നെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ നമ്മുടെ
CPM നേതൃത്വം കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ കുത്തക മുതലാളികളുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. പല നേതാക്കൾക്കും സംസ്ഥാനത്തെ കുത്തക മുതലാളിമാരുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നുള്ള ആരോപണം നിലനിൽക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നേരത്തെ പല സമയങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ ഇതെല്ലാം വ്യക്തമായ ആരോപണങ്ങളായിട്ടും അല്ലാതെയും എല്ലാം ഉയർന്നു വന്നതാണ്. അതൊക്കെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ കത്തുവാദം കൂടി പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി ഈ വിഷയങ്ങളെല്ലാം സാധൂകരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ പല നേതാക്കന്മാർക്കും വഴിവിട്ട ബന്ധം പല കുത്തക മുതലാളിമാരുമായി ഉണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്. ഇതെല്ലാം പുറത്താകുമെന്നതുകൂടി ഒരു ഭയം കൂടി CPM നേതാക്കൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്നു. അങ്ങനെ തുടർന്ന് ഈ കത്തുവാദം തുടർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ CPM നേതൃത്വം വളരെ പണിപ്പെടേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണ്. എന്തായാലും വലിയ രീതിയിൽ പ്രതിരോധമാണ് ഇപ്പോൾ CPM നേതൃത്വത്തിലുള്ളത്. MV ഗോവിന്ദൻ ആയിക്കോട്ടെ, MB രാജേഷ് ആയിക്കോട്ടെ, മറ്റ് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടക്കുവാൻ തയ്യാറാകുന്നില്ല. മറ്റ് നേതാക്കന്മാരും ഈ വിഷയത്തിൽ പ്രതികരണത്തിന് മുതിർന്നാൽ അത് ആ വിഷയം വലിയ ചർച്ചകളിലേക്ക് പോകും പ്രശാന്ത്. അതുകൊണ്ട് തന്നെ ഇനി മൗനത്തിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം മുഖ്യമന്ത്രി, സാധാരണ അതാണല്ലോ പതിവ്, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മിണ്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് അത് MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയായിരിക്കും. MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴും മിണ്ടാൻ തയ്യാറായില്ല. എന്നിട്ട് പറഞ്ഞത് വാർത്ത അസംബന്ധമാണ്, എന്നാൽ ആ കത്ത് അസംബന്ധമാണ് എന്നോ കത്തിന്റെ ഉള്ളടക്കമാണോ അസംബന്ധമെന്ന് ഗോവിന്ദൻ വ്യക്തമാക്കുന്നുമില്ല. അദ്ദേഹത്തിന് അത് പറയാനും സാധിക്കില്ല, കാരണം പ്രതിക്കൂട്ടിലാകുന്നത് അദ്ദേഹത്തിന്റെ മകൻ കൂടിയാണല്ലോ. രാഖി, 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനമുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ചില അവതാരങ്ങൾ കടന്നുകൂടും. അങ്ങനെ അതായത് പാർട്ടി സ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ഥാനത്തിരിക്കുമ്പോൾ ചില അവതാരങ്ങൾ വരും. ആ അവതാരങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കും. ഇതും അഴിമതിയാണ് എന്നതടക്കമുള്ള ഒരു കാര്യം നമ്മൾ മറന്നിട്ടില്ല. ആ അവതാരങ്ങളാണ് ഇപ്പോഴും, ആ അവതാരങ്ങൾ സർക്കാർ സംവിധാനത്തിൽ മാത്രമല്ല, അവതാരങ്ങൾ പാർട്ടിയെ ഒന്നാകെ പിടിച്ചടക്കി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ അവതാരങ്ങളുടെ പിടിക്കയിലാണ് ഈ സംസ്ഥാനത്തെ CPM നേതൃത്വമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്ത് ഈ CPM നേതാക്കൾക്ക് ആർക്കും സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. കത്ത് നൽകിയ വിഷയത്തിൽ ആ കത്ത് സത്യമാണോ അല്ലയോ അത് തള്ളാനോ കൊള്ളാനോ കഴിയാവുന്ന ഒരു സാഹചര്യം CPM നേതൃത്വത്തിലുണ്ട്. MV ഗോവിന്ദനും അതിൽ പ്രതികരിക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മകന് നേരെയുമാണ് ആരോപണം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ചോർത്തിയതെന്നടക്കമുള്ള ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ആണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറി പ്രതികരണം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് കൃത്യമായ ഒരു പ്രതികരണം. നമുക്കറിയാം MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ MV ഗോവിന്ദൻ താത്വികമായിട്ട് പ്രതികരണം നടത്തുന്ന ഒരാളാണ്. ഏതെങ്കിലും വിഷയം അദ്ദേഹത്തിന് മുന്നിൽ എത്തുമ്പോൾ അദ്ദേഹം താത്വികമായിട്ട് അതിനൊരു അവലോകനം നടത്തി, വിശദീകരണം നടത്തി ഇങ്ങനെ പോകുന്ന ആളാണ്. എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖഭാവം തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കാണുമ്പോൾ, ആ മാധ്യമങ്ങൾ ഈ വിഷയം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മുഖഭാവത്തിൽ എല്ലാം ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പ്രതികരണവും. ആ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകുന്നതല്ലാതെ കൂടുതൽ പ്രതികരണം നടത്താൻ അദ്ദേഹവും തയ്യാറാവുന്നില്ല. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹത്തിന്റെ മകന് നിൽക്കുന്നു. CPM സംസ്ഥാനത്തിന്റെ CPM നേതൃത്വം അല്ലെങ്കിൽ CPM ചെന്നെത്തുന്നത് ഏത് നിലയ്ക്കാണ് കത്തിപ്പടരുന്നു എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇനി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും അത് MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്നുള്ളത് തന്നെയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രം സെർവറിൽ നിന്നാണ്. വെബ്സൈറ്റിലൂടെ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ സെർവർ ഹാക്ക് ചെയ്യാൻ സാധിക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രശാന്ത്, വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രം സെർവറിൽ നിന്നെന്ന് പറയുമ്പോൾ ഇത് ഹാക്കർമാർക്കൊക്കെ വളരെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് തന്നെയല്ലേ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച എന്ന റിപ്പോർട്ടാണ് ജനം TV ബ്രേക്ക് ചെയ്യുന്നത്. ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ്. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതാകട്ടെ ക്ഷേത്രം സെർവറിൽ നിന്നും. വെബ്സൈറ്റിലൂടെ ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സെർവർ ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ മേഖലയാണ്. ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ
അത്തരത്തിലൊരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, വളരെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ സെർവറൊക്കെ വളരെ എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി, കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സെർവർ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന വാർത്ത. അതായത് അതിസുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഫയലുകളുള്ള സെർവർ ഹാക്ക് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നത്. അതായത് ഈ സെർവർ സൂക്ഷിക്കുവാൻ ഒരു സെക്യൂരിറ്റി സിസ്റ്റം നിലനിൽക്കുന്നില്ല എന്നത്. അതായത് സെർവറുമായി കണക്ട് ചെയ്യുന്ന അതായത് ക്ഷേത്രത്തിലെ വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് സെർവറുമായി കണക്റ്റഡ് ആണ്. അതും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട വിവരങ്ങളടങ്ങിയ സെർവറുമായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വെബ്സൈറ്റിലാണ് സുരക്ഷിതമായിട്ടുള്ള ഈ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് SSL എന്നറിയപ്പെടുന്ന സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതിനെ ഈ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന, അതായത് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ സെർവറിലേക്ക് എത്തുമ്പോൾ അത് കോഡഡായിട്ട് വരികയും ആ കോഡഡായിട്ട് വരുന്നതിനെ ഡീകോഡ് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതായത് മറ്റൊരാൾക്ക് ഏതെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, ആ ഡേറ്റയെ ഹാക്കർമാർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ സെർവറുമായി കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് SSL എന്ന് പറയുന്നത്. ആ SSL സുരക്ഷ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഈ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ വെബ്സൈറ്റ് വഴി ഈ സെർവറിനെ ഹാക്ക് ചെയ്യാൻ കഴിയും, സെർവറിലേക്ക് എത്താൻ കഴിയും എന്നതാണ് സംവിധാനം, എന്നതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആ വെബ്സൈറ്റ് തുറന്ന വെബ്സൈറ്റാണ്. ഈ തുറന്ന വെബ്സൈറ്റിൽ പല ഭക്തരും സംഭാവനകളായിട്ട് ഓൺലൈനിൽ സംഭാവനകൾ നൽകാറുണ്ട്. ഓൺലൈൻ സംഭാവനകൾ നൽകുമ്പോൾ അവരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെയോ രേഖകൾ ഗൂഗിൾ പേ വഴിയെല്ലാമാണ് ചെയ്യുന്നത്. ഈ ഐഡികൾ പോലും ഹാക്കർമാർക്ക് വളരെ വേഗം അക്സസ് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റ് അതായത് ഈ വെബ്സൈറ്റിൽ സന്ദർശിക്കുമ്പോൾ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ ഒരു കോഡ് വഴിയായിരിക്കും. നമുക്കത് ടെക്നിക്കൽ സാങ്കേതികപരമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ വെബ്സൈറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ വിഷയങ്ങൾ ഒരു കോഡ് വഴി ആയിട്ടാണ് സെർവറിലേക്ക് എത്തുന്നത്. ആ കോഡ് വഴി സെർവറിലേക്ക് എത്തുമ്പോൾ സെർവർ പിന്നീട് ആ കോഡിനെ ഡീകോഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അതായത് നമ്മൾ വെബ്സൈറ്റിൽ X എന്ന് അടിക്കുകയാണെങ്കിൽ അതിനെ A എന്ന രീതിയിലേക്ക് കോഡ് ചെയ്ത് മാറിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു രീതിയിൽ കോഡ് ചെയ്തുകൊണ്ടായിരിക്കും സെർവറിലേക്ക് എത്തുന്നത്. സെർവർ എത്തിക്കഴിയുമ്പോഴത്തേക്കും സെർവർ ആ സംവിധാനത്തെ പിന്നീട് ഡീകോഡ് ചെയ്ത് എടുത്തുകൊണ്ട് ബബ്ലു ശങ്കർ, പത്മനാഭസ്വാമി ക്ഷേത്രം കർമ്മചാരി സംഘം പ്രസിഡന്റാണ്, അദ്ദേഹം ചേരുന്നുണ്ട്. ശ്രീ ബബ്ലു ശങ്കർ, ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വളരെ സുരക്ഷാ മേഖലയിലുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. കാരണം ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ്. എങ്ങനെ വേണമെങ്കിലും ഇത് ഹാക്ക് ചെയ്യപ്പെടാം. അത്തരത്തിൽ നമുക്ക് മുന്നിൽ ചില ഉദാഹരണങ്ങൾ ഉണ്ട് താനും. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? കുറച്ചു നാളായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് നിരന്തരമായ സുരക്ഷാ വീഴ്ചകളും അതുപോലെ തന്നെ ആചാര ലംഘനങ്ങളും നടന്നു വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വെബ്സൈറ്റുകൾ ഈ ക്ഷേത്രം മെയിൻ സെർവറിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ സെർവർ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ് ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. അതൊരു മുൻകൂർ ജാമ്യമായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം വെബ്സൈറ്റുകളിലെ SSL സർട്ടിഫിക്കറ്റ് സെക്യൂരിറ്റി ഇടാതെയാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലൂടെ അറിയാമല്ലോ, SSL സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു വെബ്സൈറ്റ് പബ്ലിക്കിന് തുറന്നു കൊടുത്താൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്. ഇതിലൂടെ മെയിൻ സെർവറിലേക്കുള്ള ഡേറ്റ ചോർത്തിയെടുക്കാവുന്നതാണ്. അത് മാത്രമല്ല ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അവരുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഓപ്പണിംഗ് കൂടാണിത്. അപ്പൊ അതുവഴി ഭക്തജനങ്ങൾക്ക് ഇപ്പം പുറത്ത് സ്റ്റേറ്റ്സിലുള്ളവരെ ആണെങ്കിലും ദുബായിലുള്ള എല്ലാ കൺട്രീസിൽ നിന്നും ഉള്ളവരെ നമുക്കിവിടെ അവര് എൻ്റർ ചെയ്ത് പല കാര്യങ്ങളും ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിലൂടെ നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം ചോർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഭക്തജനങ്ങളുടെ ഈ പറയുന്ന ഡീറ്റെയിൽസുകൾ അതിനെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ ഒരു കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് SSL സർട്ടിഫിക്കറ്റ് ഉള്ള ഇത് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലും ചെയ്തിട്ടില്ല.
അപ്പോൾ ഇതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇദ്ദേഹം മറ്റ് ആരുമായിട്ടെങ്കിലോ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളോട്ടോ ആരുമായിട്ടെങ്കിലും കർമ്മയാരി സംഘത്തിന്റെ സംശയങ്ങളാണ്. ആരുമായിട്ടെങ്കിലും ഒരു എഗ്രിമെന്റ് പ്രകാരം ഓരോ ഡീറ്റെയിൽസിനും ഓരോ ആളുകളുടെ ഭക്തജനങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിന് ഇത്ര വില പറഞ്ഞിട്ട് അതനുസരിച്ച് ഈ ഡീറ്റെയിൽസ് കൈമാറുന്നുണ്ടോ എന്നിട്ട് അദ്ദേഹം മുൻകൂർ ഇങ്ങനെ അദ്ദേഹം തന്നെ പരാതി കൊടുക്കുകയും ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഒരു തരത്തിലുള്ള സുരക്ഷ കൊടുക്കാൻ പറ്റാത്ത ഒരാളെ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിലനിർത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും രണ്ടും വിഷയങ്ങളല്ല, എത്രയോ വിഷയങ്ങളായി കഴിഞ്ഞു. എന്നിട്ട് ഇത് അവസാനം പിടിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു ഡെയിലി വേജസ് എന്റെ തലയിൽ വെച്ചിട്ട് ദൂരുകയാണ്, അദ്ദേഹം ഇതിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. നന്ദി ശ്രീ ബബ്ലു ശങ്കർ. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രം കർമാചാരി സംഘം പ്രസിഡന്റാണ്. അദ്ദേഹം ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്. ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ്. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രം സെർവറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിലൂടെ ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ സെർവർ ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക് പോകുന്നുണ്ട്. പ്രശാന്ത്, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വസ്തുത, കാരണം അതൊരു ചെറിയ ഒരു സുരക്ഷാ വീഴ്ചയല്ല, അവർക്ക് വലിയൊരു ആശങ്ക വിഷയത്തിലുണ്ട്. കാരണം അവിടെ എത്തുന്ന ഭക്തർക്ക് പ്രാഥമികമായി നൽകേണ്ട ഒരു സുരക്ഷിതത്വം നൽകാൻ സാധിക്കില്ല. അത്തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. പ്രശാന്ത്, രാഖി, തീർച്ചയായും ആ സംശയം ആശങ്കാജനകം ഉളവാക്കുന്നതുമാണ്. മാത്രമല്ല, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ സംഭാവന നൽകുന്ന ഭക്തരുടെ സ്വകാര്യ വിവരങ്ങളടക്കം എത്ര കണ്ട് സുരക്ഷിതമാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക ആണ് ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിലൊരു തുറന്ന വെബ്സൈറ്റ് ഭക്തർക്ക് വേണ്ടി ഒരു തുറന്ന വെബ്സൈറ്റ് വെക്കുക, അതിലേക്ക് ഈ SSL സർട്ടിഫിക്കറ്റ് അടക്കം ഇല്ലാതെ അത് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ് സെർവറിലേക്ക് എത്തുവാൻ ഏതൊരു ഹാക്കർക്കും കഴിയുമെന്നിരിക്കെ അത് ഏതെങ്കിലും ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നതടക്കം ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്വാഭാവികമായിട്ടും അതിസുരക്ഷാ മേഖലയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. നമുക്ക് മാധ്യമങ്ങൾക്ക് പോലും വിലക്കുള്ള ഒരു സ്ഥലം, അതായത് മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയായാലും ശരി, മറ്റ് 4 നടകളിലും അത് അവർ നിശ്ചയിച്ചിരിക്കുന്ന ബാരിക്കേഡിന് പുറത്ത് നിന്ന് വേണം നമ്മൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അത്രയ്ക്ക് അതിസുരക്ഷാ മേഖലയായി കാണുന്ന സ്ഥലം, മാത്രമല്ല സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം വളരെ ശക്തമാക്കിയിരിക്കുന്ന സ്ഥലം. ഈ ഒരു സ്ഥലത്ത് സൈബർ സെക്യൂരിറ്റി ഇല്ല എന്ന് പറയുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. വലിയ ഗുരുതരമായിട്ടുള്ള അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം സൈബർ സുരക്ഷ ഇല്ലാതെ സുരക്ഷാ മാനദണ്ഡങ്ങളില്ല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സുരക്ഷാ വീഴ്ച എന്ന ഗുരുതരമായ വാർത്തയാണ് പുറത്ത് വരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ചേർന്ന ബബ്ലു ശങ്കറിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. മധുസൂദൻ എന്ന നമ്മുടെ പ്രേക്ഷകൻ പറയുന്നുണ്ട്, കൊട്ടാരക്കര ലവ് ജിഹാദ് പ്രതിയെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന്. ഒപ്പം പീഡനവീരൻ വേടനെ സംരക്ഷിക്കാതെ പീഡനത്തിനിരയായവർക്ക് നീതി ഉറപ്പാക്കുക എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഗൗരവ് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ ഉള്ള മഹാക്ഷേത്രങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിൻ്റെ അടിയിൽ കൊണ്ടുവരണം എന്ന്. ഒപ്പം ഇത്തരത്തിലുള്ള നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. എന്തായാലും സമയപരിമിതി ഉള്ളതുകൊണ്ട് അത്തരം കമൻസിലേക്കൊക്കെ തന്നെ നമുക്ക് പോകാം. അതിനു മുൻപ് ഡൽഹിയിലേക്ക് പോവുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഭാരതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിർത്തി തർക്കം ചർച്ചയാകും. വ്യാപാര ബന്ധം ശക്തമാക്കാൻ ചർച്ചകൾ നടക്കുമെന്നും സൂചനകൾ ഉണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, നിർണായകമായ വരവാണ്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ്. എപ്പോഴാണ് കൂടിക്കാഴ്ച? ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇതിനോടകം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി വാങ് യി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ചൈനയുമായി നമ്മൾ തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, അതിർത്തി തർക്കമുണ്ട്, അങ്ങനെ മറ്റ് പല വിഷയങ്ങളുമുണ്ട്. അതിനപ്പുറം നിലവിൽ ട്രംപ് അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ കൂടിയ തീരുവ ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇന്ത്യയും ചൈനയുമായുള്ള ഈ ഒരു തുറന്ന ചർച്ചയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. വാങ് യി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിർത്തി തർക്കം ചർച്ചയാകും. ഒപ്പം തന്നെ ഈ സേനാ പിന്മാറ്റം അടക്കമുള്ളവ ചർച്ചയാകും എന്നുള്ളതും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന, അത് കൂടുതൽ ദൃഢമാക്കുന്ന നിർണായകമായ
വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. അത് നിരവധി കരാറുകൾ ഇതിനോടകം തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ചൈനയുമായി ഒരു തുറന്ന ബന്ധം, ഒരുപക്ഷെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരുപക്ഷെ ഇത്ര തുറന്ന ഒരു ചർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മാത്രമല്ല, ചൈനയുമായി നമ്മൾ എല്ലാ തരത്തിലുള്ള അസ്വാരസ്യങ്ങളും മാറ്റിവെച്ച് ഒരു തുറന്ന സഹകരണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതും ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗാൽവനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വിശ്വാസമുണ്ട്, പരസ്പര വിശ്വാസമുണ്ട്. അത് വീണ്ടെടുക്കുക കൂടിയാണ് ഇത്തവണത്തെ ഈ ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. ഒരുപക്ഷെ ഈ തീരുവ നമുക്കെതിരെ ചുമത്തിയത് പുനഃപരിശോധിക്കാൻ പോലും ഒരുപക്ഷെ അമേരിക്ക ഈ പുതിയ കൂട്ടുകെട്ടുകൾ മൂലം നിർബന്ധിതമായേക്കാം. ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഭാരത സന്ദർശനം തുടരുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിർത്തി തർക്കം ചർച്ചയാകും, വ്യാപാര ബന്ധം ശക്തമാക്കാൻ ചർച്ചകൾ നടക്കുമെന്ന സൂചനകളുമുണ്ട്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബാബുശ്രീ എന്ന പ്രേക്ഷകൻ, അദ്ദേഹത്തിന് പറയാനുള്ളത് MV ഗോവിന്ദനോടാണ്. ഒരു പോക്കുകൂടി പോകണം മാധവ പൊതുവാളിൻ്റെ അടുത്തേക്ക് ഗോവിന്ദ എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. തീർച്ചയായും പാർട്ടിയുടെ സമയവും അത്ര നല്ലതല്ല, അദ്ദേഹത്തിനും സമയം അത്ര നല്ലതല്ല എന്ന് തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം. യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുകയാണ്. റഷ്യ, യുക്രൈൻ, അമേരിക്ക ത്രികക്ഷി ചർച്ച വൈകാതെ നടക്കുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ സെലൻസ്കിയുമായും യൂറോപ്യൻ നേതാക്കളുമായും നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് നിലപാട് അറിയിച്ചത്. ചർച്ചയ്ക്ക് പിന്നാലെ ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിച്ചു. We just spoke to, I was just telling the president, I just spoke to President Putin indirectly, and we're going to have a phone call right after these meetings today. And we may or may not have a trilat. If we don't have a trilat, then the fighting continues. And if we do, we have a good chance. I think if we have a trilat, there's a good chance of maybe ending it. But he's expecting my call when we're finished with this meeting. അതേസമയം യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി മികച്ച ചർച്ചകൾ ആണ് നടന്നത് എന്ന് സെലൻസ്കിയും പ്രതികരിച്ചിട്ടുണ്ട്. യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന വാഗ്ദാനം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ പ്രതികരണം കൂടി. We spoke about very sensitive points. The first one is security guarantees, and we are very happy with President that all the leaders are here, and the security in Ukraine depends on the United States and on you and on those leaders who are with us in our hearts. They have been online before yesterday and etc. So a lot of countries on the side of Ukraine, our people and all of us want to finish this war, stop Russia and stop this war. We spoke about it, and we will speak more about security guarantees. This is very important that the United States gives such strong signal and is ready for security guarantees. വിവരങ്ങളുമായി ഐസൻ ജോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഐസൻ, ലോകം ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമാധാന ചർച്ചയാണ്. നേരത്തെ യുക്രൈന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഒരു ത്രികക്ഷി ചർച്ചയ്ക്കാണ് അരങ്ങ് ഒരുങ്ങുന്നത്. എപ്പോഴേക്ക് ഈ ചർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം ഐസൻ? ദേവിക, തീർച്ചയായും ഈ ചർച്ച ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെയാണ് ഈ ചർച്ചകൾ നടന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാനാകുന്ന വിവരം. ഇന്നലെ ഈ ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി മാത്രമല്ല ഐസൻ, നമുക്ക് ഐസനിലേക്ക് എത്താം. അതിനു മുൻപ് പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പലതും പറയും. നിങ്ങൾ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് അപവാദം പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. അപ്പോൾ ആ മാധ്യമങ്ങൾ CPM വിരുദ്ധ വാർത്തകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് അവസാനം ഉണ്ടാകും. പറഞ്ഞു കൂടുതലൊന്നും പറയാൻ. എന്തായാലും കത്ത് വിവാദത്തിൽ ആണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് തോന്നുന്നു. എന്തായാലും യാതൊരു മറുപടിയും നൽകാൻ അദ്ദേഹം തയ്യാറല്ല. അത് ഒരിക്കൽ കൂടി പറയുകയാണ്. അദ്ദേഹം എല്ലാത്തിനോടും നോ 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 എന്നാണ് അദ്ദേഹം പ്രതികരണം നൽകുന്നത് എന്നുള്ളതാണ്. കൊച്ചിയിലാണ് പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത്.
എന്തായാലും CPM-ൽ ഈ കത്ത് വിവാദം വലിയ രീതിയിലുള്ള തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട്. ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, പി ജയരാജൻ ഒരു കാരണവശാലും പ്രതികരിക്കില്ല എന്നുള്ള വാശിയിലാണ്. തീർച്ചയായും അവർ പ്രതികരണത്തിന് മുതിരില്ല എന്നുള്ളത് നമുക്ക് ഇതിനോടകം വ്യക്തമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞതും അത് തന്നെയാണ്. അസംബന്ധം, വാർത്ത അസംബന്ധം. എന്താണ് അസംബന്ധം എന്ന് നാട്ടുകാർക്കൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? കത്ത് വിവാദത്തിൽ പൂർണ്ണമായും തന്നെ തള്ളുകയാണ് ഈ ആരോപണങ്ങളെല്ലാം തന്നെ. തോമസ് ഐസക്കിനെതിരെ ഉൾപ്പെടെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ തള്ളി അത് പാർട്ടിക്കെതിരെ വന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്ന നിലയിലേക്കാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പി ജയരാജൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണവും അതുതന്നെയാണ്. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ആരോപണങ്ങൾ അത് പാർട്ടി വിരുദ്ധർ കൊണ്ടുവന്ന ആരോപണങ്ങളാണ്. നേരത്തെ ഇത്തരത്തിൽ സമാനമായ ആരോപണങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ഗ്രൂപ്പുകളും നടത്തിയിരുന്നു. അത്തരത്തിലാണ് ഇതിനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് പി ജയരാജൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇന്നലെ തോമസ് ഐസക് ഇക്കാര്യത്തിൽ പ്രതികരിച്ചപ്പോഴും ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് നിയമ നടപടിയിലേക്ക് കടക്കുമെന്നെല്ലാമുള്ള ഒരു മറുപടിയായിരുന്നു പറഞ്ഞത്. അങ്ങനെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കത്ത് വിവാദം വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുന്നു. പാർട്ടിയെ പ്രതിരോധത്തിലായിരിക്കുന്നു. ആ ഘട്ടത്തിൽ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിനെ ന്യായീകരിച്ചും തള്ളിപ്പറഞ്ഞും മുന്നോട്ട് പോകുന്ന ഒരു നിലയിലേക്കും നിലപാടിലേക്കും അവർ മാറുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പി ജയരാജന്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല. മാത്രമല്ല ഇത് നിഷേധിച്ചുകൊണ്ട് ഈ ഒരു ആരോപണങ്ങളെ പൂർണ്ണമായും തന്നെ നിഷേധിച്ചുകൊണ്ട് അത് തെറ്റായ പ്രചാരണങ്ങളാണ് എന്ന കാര്യം പറയുന്നു. എന്നാൽ അതിൻ്റെ പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുമെന്നോ അല്ലെങ്കിൽ അതിലേക്ക് നീളുന്ന പാർട്ടി തലത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുമെന്നോ ഒന്നും തന്നെ ജിജീഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടതുപോലെ യാതൊരു പ്രതികരണത്തിനും CPM തയ്യാറല്ല. അത് തന്നെയാണ് പി ജയരാജനും പറഞ്ഞു വെക്കുന്നത്. കത്ത് വിവാദം, അത് വിവാദം ആരും മിണ്ടാതെ അങ്ങ് മണ്ണ് മൂടിപ്പോകട്ടെ എന്നൊരു നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വരും മണിക്കൂറിൽ ചർച്ച ചെയ്യേണ്ട വാർത്ത. അത് തന്നെയുമാണ്. എന്തായാലും നമ്മൾ നേരത്തെ പൂർത്തിയാക്കാൻ സാധിക്കാത്ത വാർത്തയിലേക്കാണ് മടങ്ങുന്നത്. യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. റഷ്യ, യുക്രൈൻ, അമേരിക്ക ത്രികക്ഷി ചർച്ച വൈകാതെ നടക്കുമെന്ന് ട്രംപ് അറിയിക്കുന്നു. ഒപ്പം തന്നെ യുക്രൈൻ വളരെ അനുകൂലമായി വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. സമാധാന കരാർ, ആ ഒരു വിഷയത്തിൽ തന്നെയാണ് സെലൻസ്കി ഉറച്ചു നിൽക്കുന്നത്. ഐസനിലേക്ക് മടങ്ങുകയാണ്. ഐസൻ, വളരെ പ്രതീക്ഷയോടുകൂടി ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ചർച്ചയാണ്. എന്നേക്ക് ഈ ത്രികക്ഷി ചർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം ഐസൻ? രാഖി, തീർച്ചയായും ഈ ത്രികക്ഷി ചർച്ച വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇന്നലെ ട്രംപ് നൽകിയ സൂചന. അത് അത്തരത്തിൽ തന്നെയാണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുമുണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൂന്ന് പാർട്ടികളും തമ്മിലുള്ള ചർച്ചയ്ക്ക് ഏത് രീതിയിലാണ് ആ ചർച്ച പുരോഗമിക്കുക എന്ന് അവരുടെ മുൻകാല അതല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളിൽ നിന്നും നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ യുദ്ധം വലിയൊരു ദുരന്തമാണ് തങ്ങൾക്ക് സമ്മാനിച്ചത്. ഇത് പ്രശ്നം സമാധാനപരമായി പരിഹരിക്കണമെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ബ്രദർലി നേഷനാണ് യുക്രൈൻ എന്നാണ് പുടിൻ അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞത്. അതിൽ നിന്നും യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറാണ് എന്നതിനെ കൃത്യമായൊരു സൂചനയായി തന്നെ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാന വിഷയം, ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടാകേണ്ടതും അനിവാര്യമാണെന്ന് കാലങ്ങളായി സെലൻസ്കി പറയുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് തൻ്റെ ദൗത്യമാണ് എന്ന് അധികാരത്തിലേറും മുമ്പ് തന്നെ ട്രംപ് തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും പറഞ്ഞിരുന്നു. അധികാരത്തിലേറിയപ്പോഴും അത് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. ഇതിൽ നിന്നും ഈ ഇടപെട്ട മൂന്ന് നേതാക്കളുടെയും കൃത്യമായ ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു എന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ നടന്ന ചർച്ചയും 2 ദിവസം മുമ്പ് 15-ാം തീയതി നടന്ന പുടിനുമായുള്ള ചർച്ചയും പ്രസക്തമാകുന്നത്. ഈ 2 ചർച്ചകളിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് ട്രംപ് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. നമ്മൾ അല്പസമയം മുമ്പ് കേട്ടതും പുടിനുമായി ഇന്ന് നടന്ന, അതായത് ഈ ചർച്ചകൾ സെലൻസ്കിയും അതുപോലെ തന്നെ യൂറോപ്യൻ നേതാക്കളുമായി നടന്ന ചർച്ചയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും പുടിനെ ടെലിഫോണിലൂടെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കൃത്യമായി യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരം തന്നെയാണ്. ലോകം ഉറ്റുനോക്കുന്ന ത്രികക്ഷി ചർച്ച ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ സഹോദരൻ PK ബുജാറിന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയും. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചത്. കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് PK ബുജായർ ജില്ലാ കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, നാളെയാണ് വിധിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് വിധി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം അനഘ? ആ രീതിയിലായിരുന്നോ വാദങ്ങളെ?
രാഖി, കഴിഞ്ഞ ദിവസമാണ് PK ഫിറോസ്, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിനെ കുന്ദമംഗലം പോലീസ് പിടികൂടുന്നത്. ലഹരി പരിശോധനയ്ക്കിടെയാണ് ഇയാളെ പിടികൂടുന്നത്. മാത്രമല്ല, ആ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാൾ ആ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള അജേഷിനെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ലഹരി കടത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് FIR ഇട്ട് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഈ ബുജൈർ റിമാൻഡിലാണ്. ഈ റിമാൻഡിൽ ഇരുന്നു കൊണ്ട് തന്നെ ബുജൈർ കഴിഞ്ഞ ദിവസം കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഈ കോടതി ജാമ്യ ഹർജി തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബുജൈർ ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജില്ലാ കോടതി ബുജൈറിന്റെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് വക്കീൽ അടക്കം പറയുന്നത്. എന്തായാലും PK ഫിറോസിന്റെ സഹോദരനായിട്ടുള്ള PK ബുജൈറാണ് പോലീസിനെ ആക്രമിച്ച കേസിലും അതുപോലെ തന്നെ ലഹരി കടത്തിയ കേസിലും പോലീസിന്റെ പിടിയിലായതും. നിലവിൽ ഇദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കുകയും ചെയ്യുന്നത്. കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലെ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപണം. എണ്ണം കൂടുതലുള്ള വിശ്വാസികളുടെ പാനലിന് വിജയിക്കാൻ സാധ്യത നിലനിൽക്കെ യോഗം എക്സിക്യൂട്ടീവ് ഓഫീസർ പിരിച്ചുവിട്ടു എന്നാണ് ആരോപണം ഉയർന്നത്. ഇടത് പാനലിനെ ജയിപ്പിക്കാനാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന വിമർശനവും ഉയരുകയാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, വിശദാംശങ്ങൾ. മിഥുൻ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിഥുൻ, കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലെ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വിവാദം. മലബാർ ദേവസ്വത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന ആരോപണം ഉയരുകയാണ്. എണ്ണം കൂടുതലുള്ള വിശ്വാസികളുടെ പാനലിന് വിജയിക്കാൻ സാധ്യത നിലനിൽക്കെ യോഗം എക്സിക്യൂട്ടീവ് ഓഫീസർ പിരിച്ചുവിട്ടു എന്ന ആരോപണം മിഥുൻ ഉയരുമ്പോൾ അത് എങ്ങനെയാണ്? ഇടത് പാനലിനെ ജയിപ്പിക്കാനാണ് ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന വിമർശനമാണല്ലോ ഉയരുന്നത്. തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിന്റെ ഹാളിൽ നടന്നത്. അവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനി ഒരു വർഷക്കാലമുള്ള ക്ഷേത്രോത്സവവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ ഒരു കമ്മിറ്റിയാണ്. സാധാരണഗതിയിൽ ഒരു പാനൽ അവതരിപ്പിച്ചത് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതായത് വിവിധ പാനലുകൾക്ക് അംഗങ്ങളുണ്ടാവും. അംഗങ്ങൾ കൈ ഉയർത്തി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാനലിനെ വിജയിയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത്തരമൊരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസവും നിലനിന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൻ്റെ ഹാളിൽ ഈ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. 3 പാനലുകളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. അതിൽ കോൺഗ്രസ് അനുകൂല പാനലുണ്ടായിരുന്നു, ഒരു CPM അനുകൂല പാനലുണ്ടായിരുന്നു, മറ്റൊന്ന് ഭക്തജനങ്ങളുടെ ഒരു പാനൽ കൂടിയാണ്. അത്തരത്തിൽ പാനൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഭക്തജനങ്ങളുടെ പാനലിലെ ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു. അവർ തന്നെയാണ് ജയിക്കുക എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയതും. എന്നാൽ ഭക്തജനങ്ങളുടെ പാനൽ വിജയിക്കുമെന്നൊരു ഘട്ടം വന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയും തുടർന്ന് ഈ യോഗം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ നടന്നു പോവുകയും ചെയ്തു എന്നാണ് ഇന്നലെ നമ്മോട് ഈ ഭക്തജനങ്ങളടക്കം നമ്മോട് പറഞ്ഞത്. അത് CPMന്റെ പാനൽ അല്ലെങ്കിൽ ഇടത് പാനൽ ജയിക്കില്ല എന്ന് കണ്ടാണ് ഇത്തരമൊരു നടപടി ചാടിക്കേറി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നൊരു വിമർശനം തന്നെയാണ് ഉയർന്നത്. കാരണം ഇടത് പാനലിനെ ജയിപ്പിക്കാനാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന വിമർശനം ഉയരുമ്പോൾ കണ്ണൂർ മൂകാംബിക ക്ഷേത്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉയരുന്ന വിവാദം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ക്രിക്കറ്റ് ആവേശത്തിൽ സഞ്ജുവിന്റെ വരവോടെ ടീമിന് പുതിയ ഊർജം കിട്ടിയെന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പരിശീലകൻ റൈഫി ഗോമസ്. കൂടുതൽ യുവതാരങ്ങൾക്ക് KCL അവസരം നൽകുന്നുണ്ട് എന്നും റൈഫി ജനം TVയോട് പറഞ്ഞു. നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള റൈഫി വിൻസെൻറ്റ് ഗോമസ് ചേരുന്നുണ്ട്. റൈഫി KCL 2ാം സീസണിലേക്ക് കടക്കുകയാണ്.
ഒരു സ്റ്റാർ ടീമിൻ്റെ ഭാഗമാണ് റൈഫി. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും എന്തായാലും ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കഴിഞ്ഞ ആ ഒരു സീസണിൽ ഈ ഒരു ഇനിഷ്യേറ്റീവുമായിട്ട് മുമ്പോട്ട് വരുന്നു. നമുക്കതിൽ നിന്നും ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ആ ഒരു ടാലൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വിഘ്നേഷ് പുത്തൂർ നമ്മളെപ്പോഴും അത് പറയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് സീസൺ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയും അതിഗംഭീരമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം നമ്മുടെ സഞ്ജു ഈ സീസൺ ആദ്യമായിട്ട് KCL കളിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് KCL ആ ഒരു ടൂർണമെൻറ്റ് ആസ് എ ഹോൾ ഒരു മികച്ച ഒരു എക്സ്പോഷർ തന്നെ ആയിരിക്കും. കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഒരു മികച്ച എക്സ്പോഷർ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന ടീമിനും അത് നല്ലൊരു പരിചയസമ്പത്തായിരിക്കും. കാരണം നമുക്ക് തീർച്ചയായിട്ടും സഞ്ജു ഓപ്ഷനിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഓണറായ സുഭാഷ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് വളരെ വലുത് തന്നെയായിരുന്നു സഞ്ജുവിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന ടീമിലേക്ക് കൊണ്ടുവരാനായിട്ട്. അത് സാധിച്ചു. അപ്പോൾ ഇനി ഈ ഒരു ടൂർണമെൻറ്റ് മികച്ച രീതിയിൽ, കാരണം എല്ലാ ടീമുകളും വളരെ മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു. ഒരു ഉഗ്രൻ ഇനിഷ്യേറ്റീവ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ. അതിന് തീർച്ചയായിട്ടും ഇനി നല്ല നല്ല പ്ലെയേഴ്സ് നെക്സ്റ്റ് ലെവലിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് ഉയർന്നു വരുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷനിൽ സഞ്ജുവിനെ എങ്ങനെയായാലും ടീമിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ KCLലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് സഞ്ജുവിനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ എത്തിച്ച് സഞ്ജുവിൻ്റെ ടീമിനെ നയിക്കുന്നത് സഞ്ജുവിൻ്റെ സഹോദരൻ തന്നെയാണെന്നുള്ള ഏറ്റവും കൗതുകം. അതൊരു വലിയൊരു കോമ്പിനേഷൻ തന്നെയാണ്. കാരണം രണ്ടുപേരും ഒരുമിച്ച് കളി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമല്ല, അതൊരു വലിയൊരു ബോണ്ടിങ് തന്നെയാണ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് ഒരുമിച്ച് കളിക്കുന്ന രണ്ടുപേരാണ് സഞ്ജു ആണെങ്കിലും സലി ആണെങ്കിലും. അപ്പോൾ ആ രണ്ടുപേരും ഒരുമിച്ച് ടീമിലേക്ക് ആ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ടീമിലെ ബാക്കി എല്ലാവർക്കും, അതായത് ആ ഒരു മാനേജ്മെൻറ്റ് മുതൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ പ്ലെയേഴ്സിന് എല്ലാവർക്കുമാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എനർജി അല്ലെങ്കിൽ ആ ഒരു ഫീൽ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഈ യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിൽ KCL വലിയ പ്രാധാന്യം. ഇപ്പം മുമ്പേ പറഞ്ഞാൽ വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസിലെത്തി. കുറേ താരങ്ങൾ ഈ ടീമിൻ്റെ പല ടീമുകളുടെയും ട്രയൽസിൻ്റെ ഭാഗമൊക്കെ ആയി. അപ്പോൾ അതിൽ KCL വളരെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഒരു സംശയമില്ല. കാരണം ഇതുപോലത്തെ ലീഗുകളാണ്. കാരണം അവർക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു മിനി IPL എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം സാധാരണ IPL ഒക്കെ കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ചില സമയത്ത് പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ സർപ്രൈസ്ഡ് ആവുന്ന ഫീൽ വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഈ ഒരു യങ്സ്റ്റേഴ്സ് എല്ലാം 16 വയസ്സും 19 വയസ്സുമുള്ളവരൊക്കെ ഒരുപാട് യങ്സ്റ്റേഴ്സ് കളിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴേ ഈ ഒരു സ്റ്റേജ് കണ്ട് ആ ഒരു എക്സ്പോഷറൊക്കെ കിട്ടുമ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് അവർ പോകുമ്പോൾ ഓൾറെഡി യൂസ്ഡ് ആയി കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയമില്ല, വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുത്തിരിക്കുന്നത്. സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ആരാധകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് വളരെയധികം ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. മികച്ച ടീമുകൾ തന്നെയാണ് പോരാടാൻ പോകുന്നത്. അപ്പോൾ നല്ല ക്രിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ എൻജോയ് ചെയ്യുക. പ്ലെയേഴ്സിനെയും യങ്സ്റ്റേഴ്സിനെയും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് എല്ലാവരും വളരെയധികം മുമ്പോട്ടുള്ള ആ ഒരു ജേണിയിലേക്കുള്ള തുടക്കം കുറിക്കുന്നത്. എന്തായാലും വളരെ മികച്ചൊരു സീസൺ ആശംസിക്കുകയാണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ പരിശീലന ഗ്രൗണ്ടിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം നിഖിൽകുമാർ, ജനം. പുത്തൻപുലരിയുടെ സമയം ഇവിടെ സമാപിക്കുകയാണ്. ഒപ്പം എല്ലാ മാന്യപ്രേക്ഷകർക്കും നല്ലൊരു ദിനം നേരുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സുമായി ഗൗതം അനന്തനാരായണൻ എത്തും. നന്ദി, നമസ്തേ.